സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. ആസാദിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ്. പുതിയ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പുതിയ മുഖങ്ങൾ അല്ല നമ്മുടെ ഈ സെഷനിൽ വരുന്നത്. ആയിരക്കണക്കിന് ടെസ്റ്റ് മണികൾ ചെയ്യുവാൻ കർത്താവ് നമ്മുടെ ചാനലിൽ ഉപയോഗിച്ചു. 3 ഭാഷകളിൽ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ 3 ഭാഷകളിൽ കൂടെ ഏതാണ്ട് 1000-ലധികം ടെസ്റ്റ് മണികൾ, അതാണ് ഞാൻ പറഞ്ഞത്, 1000-ലധികം ടെസ്റ്റ് മണികൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചു. ആ ടെസ്റ്റ് മണികൾ, അതിൽ അനുഭവങ്ങൾ പറഞ്ഞ ദൈവമക്കൾ 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ വന്ന് അനുഭവം പറഞ്ഞ പ്രിയമുള്ളവർ, പല പ്രേക്ഷകരും ചിലപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്, അവരുടെ ശുശ്രൂഷ എങ്ങനെ പോകുന്നു. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായി അങ്ങനെയുള്ള ചില സാക്ഷ്യങ്ങളിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പറഞ്ഞ ചില ദൈവമക്കളെ തിരിച്ച് നമ്മുടെ ചാനലിൽ കൊണ്ടുവരണം. രണ്ടാമത് ഒരു ഭാഗം, ഒരു 2ാം ഭാഗം പണ്ട് പറഞ്ഞ കഥയുടെ ബാക്കി പറയുന്നു. ആസാദിയിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷ്യം പറഞ്ഞതിന് ശേഷവും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന പുതിയ ക്രിയകൾ, അതിനെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിന് ഞങ്ങൾ കഥ ഇതുവരെ എന്നാണ് വെക്കുന്നത്. കഥ ഇതുവരെ എന്ന് പറയുമ്പോൾ പണ്ട് പറഞ്ഞ ഒത്തിരി അനുഭവങ്ങളുണ്ട്, സാക്ഷ്യങ്ങളുണ്ട്. സാക്ഷ്യങ്ങൾ തീരുന്നില്ല, കഥ തുടരുകയാണ്. അങ്ങനെ ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ. ഇതിനകത്ത് വിൻ ഫോർ ജീസസിലും, എൻ്റെ കഥയിലും, വി വിറ്റ്നസ്സിലും, യുവ ഫോർ ജീസസിലും ഒക്കെ വന്ന ദൈവമക്കൾ മടങ്ങി വരുന്നുണ്ട്. ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നും അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഥയുടെ 2ാം ഭാഗം കേൾക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഈ ഒരു പുതിയ നമ്മുടെ ചുവടുവെപ്പിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആസാദിയുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് ഈ ശുശ്രൂഷ ഇന്ന് വരെ ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഇത്രത്തോളം നടത്തിയതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങൾ ഈ ഒരു പുതിയ സെഷനിലൂടെ ഞങ്ങളുടെ ആസാദി ചാനലിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പറഞ്ഞ ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു 2ാം ഭാഗം കേൾക്കുവാനുള്ളൊരു അവസരം നീ ഒരുക്കുന്നല്ലോ. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. പ്രത്യേകമായി ഇന്ന് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ നിൻ്റെ മകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ പിന്നെയും ഞങ്ങളെ ബലപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. വൻകാര്യങ്ങൾ ചെയ്യണം. ക്രോശങ്ങൾ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹമാക്കിയിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഷൈനി സിസ്റ്ററോടൊപ്പം ഈ ആസാദി ചാനലിൽ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും അനുഭവങ്ങൾ കേൾക്കുവാനും എല്ലാം ദൈവം ഇടയാക്കുന്നതിൽ പ്രിയ സിസ്റ്റർ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. 4 വർഷങ്ങൾക്ക് മുമ്പാണ് സിസ്റ്റർ ആദ്യമായിട്ട് വന്ന് ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത്. ആസാദിയുടെ 56ാമത് വിൻ ഫോർ ജീസസിൻ്റെ 56ാമത്തെ എപ്പിസോഡായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ലൈവ് തുടങ്ങിയ സമയങ്ങളാണ്. ഞങ്ങൾ ഇന്ന് ആ ലൈവ് വീഡിയോ ഒന്നുകൂടെ കാണുകയായിരുന്നു. ഞങ്ങൾ തന്നെ അത് കണ്ടിട്ട് ചിരിച്ചു. കാരണം ഞങ്ങളുടെ ഒരു തുടക്കകാലമാണ്. ഞങ്ങളുടെ മൈക്ക്, ഞങ്ങളുടെ വീഡിയോ ക്യാമറ ഒക്കെ വളരെ പരിമിതമാകുന്ന സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് അന്ന് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനായിരുന്നു അല്ലേ സിസ്റ്ററെ? ആസാദിയിൽ അന്ന് സിസ്റ്റർ വന്ന് അതിനുശേഷം ഒത്തിരി പുതിയ അനുഭവങ്ങൾ ദൈവം നൽകി. ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കുന്നത് ആസാദിക്ക് മുമ്പും ശേഷവും ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ചൊക്കെ ഒന്നുകൂടെ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ പ്രേക്ഷകർക്ക്, അതായത് അന്ന് നമുക്ക് 10,000-20,000 സബ്സ്ക്രിപ്ഷനാണ് ഉള്ളത്. ഇന്ന് 1,00,000-ലധികം ആളുകൾ നമ്മളെ കാണുന്നു, സബ്സ്ക്രൈബേഴ്സായിട്ട് തന്നെയുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടി ചുരുക്കമായിട്ട് പഴയ കഥയുടെ 2-3 മിനിറ്റിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാൽ നല്ലതായിരിക്കും. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ബോംബെയിലാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. ഞങ്ങൾ ആ പഴയ വീഡിയോ നിശ്ചയമായിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ പിൻ ചെയ്തിടും. എന്നാൽ ചുരുക്കമായിട്ട് 2-3 വാചകങ്ങളൊന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ആസാദിയുടെ ശുശ്രൂഷയിൽ വന്ന ശേഷം അല്ലേ ഉള്ള അനുഭവങ്ങളും കേൾക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് എൻ്റെ കഥയുടെ ആസാദി ടിവിയുടെ എൻ്റെ കഥ എന്ന എപ്പിസോഡിലേക്ക് വരാൻ
ഇടയാക്കിയത്. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് അതിനെ യോഗ്യതനാക്കിയതിന്, എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി നിറഞ്ഞ മനസ്സോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങള് ഹല്ലേലൂയ ദുബൈയിലായിരുന്നു. ഞങ്ങള് ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അനേക തവണ ഞങ്ങളെ നിർബന്ധിച്ച് ഹല്ലേലൂയ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കർത്താവ് അരുളി ചെയ്തിട്ട് ഞങ്ങൾ പോരാൻ മടിയായിരുന്നു. കാരണം കുഞ്ഞുങ്ങളുമായിട്ട് പോയാൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും, കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്നും ആയില്ലല്ലോ, കുടുംബം എങ്ങനെ നടക്കും എന്നിങ്ങനെ വിചാരപ്പെട്ട സ്ഥാനത്തു ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴേ രണ്ട് കൈയും കൂപ്പി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാല് ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നപ്പോ തൊട്ട് കർത്താവ് ഞങ്ങളുടെ കരം പിടിച്ചു. ഇത് അനേകർക്ക് ഒരു പാഠമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് ഹല്ലേലൂയ അനേകർക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായിട്ടും പൂർണ്ണമായിട്ട് ഇറങ്ങാൻ മടിയാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, അവരുടെ വിവാഹം എങ്ങനെ കഴിക്കും, അവരുടെ എങ്ങനെ പഠിപ്പിക്കും, കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന ഓർത്ത് വിചാരപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവ് അന്ന് തൊട്ട് കരം പിടിച്ച് നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി നൽകുന്ന ഒരു ദൈവം ഉണ്ടെന്ന് സാക്ഷിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ നന്ദിയുള്ള മനസ്സോടെയാണ് ഇന്നായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബം, അല്ലെങ്കിൽ ബഹുമാന്യ ദേവദാസനും ഈ കുടുംബത്തിനും ഹൃദയംഗമായ നന്ദി പറയുന്നു. ഞാൻ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററാണ്. ഹല്ലേലൂയ. എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൾ വിവാഹിതയാണ്, മറ്റു 2 മക്കൾ പഠിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ ഞാൻ 24 hours എൻ്റെ കർത്താവിന് വേണ്ടി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കർത്താവിന്റെ വേലയാണ് എനിക്ക് ഹല്ലേലൂയ എനിക്ക് പ്രാധാന്യം. അതെ. കർത്താവിന്റെ സ്നേഹം എന്നും ഹല്ലേലൂയ ഷെയർ ചെയ്യാൻ ഞാൻ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു. എൻ്റെ ഹല്ലേലൂയ എൻ്റെ ദേഹം ദേഹി ആത്മാവ് സമസ്തം ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങള് ഹല്ലേലൂയ കോവിഡിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ബോംബെയിൽ പോയി കർത്താവിന്റെ വേല ചെയ്തോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ പലപ്പോഴും അത് മുഖവിലേക്ക് എടുത്തില്ല. എന്നാൽ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പോൾ അങ്ങനെ തന്നെ ഹല്ലേലൂയ ഡ്രസ്സുമായിട്ട് മാത്രം ഞങ്ങൾ വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഹല്ലേലൂയ ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ. എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു സമ്പന്ന കുടുംബം എങ്ങനെ താമസിക്കുമോ, എല്ലാ ഫർണിച്ചർ, എല്ലാ വസ്തുവകളോടും കൂടി ഒരു നല്ല ഭവനം ദൈവം ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് തന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെ താമസിക്കുന്ന കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ച ഉടനെ തന്നെയാണ് കോവിഡിന്റെ സമയം വന്നത്. എന്നാൽ ആ കോവിഡിന്റെ സമയത്ത് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരുന്ന സമയത്ത് കുറെ ട്രെയിനിങ് ഞങ്ങൾക്ക് കർത്താവ് തന്നു. ഹല്ലേലൂയ. ഒത്തിരി ട്രെയിനിങ്ങിൽ കർത്താവ് തന്നു. അല്ലെങ്കിൽ കർത്താവ് ആദ്യമേ പറഞ്ഞു, നിന്റെ വീടിലെ ഭിത്തിയിൽ എഴുതി വെക്കാന് എന്താണെന്നോ 2 വചനം എഴുതി വെക്കാൻ പറഞ്ഞു. അത് ഇന്നും എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. ആ വചനത്തിലൂടെയാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളും അതോട് ബന്ധപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു വചനം കൂടെ പറഞ്ഞു തന്നു. സങ്കീർത്തനം 125:1, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. ഈ വചനമാണ് ഈ 4 വർഷം ഞങ്ങളെ വഴി നടത്തിയത്, അല്ലെങ്കിൽ ജയത്തോടെ നടത്തിയത്. പ്രതികൂലങ്ങൾ ഇല്ലഞ്ഞിട്ടല്ല, ഹല്ലേലൂയ എല്ലാ പ്രതികൂലങ്ങളും ഓരോ സാക്ഷ്യങ്ങളായിട്ട് മാറി. ഹല്ലേലൂയ. എല്ലാ പ്രതികൂലങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളായിട്ട് മാറി. ഞാൻ കർത്താവിന് അതിന് നന്ദി പറയുന്നു. ആദ്യമായിട്ട് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠം ഇതാണ്. കാരണം കർത്താവിനെ എല്ലാ ജാതിമത വ്യത്യാസം എന്നെ എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. അതെന്നെ പഠിപ്പിച്ചു. കാരണം കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ആ വഴി ഒരു ആന്റി ഇങ്ങനെ പ്ലാസ്റ്റിക് പറക്കി നടക്കുന്ന ഒരു ആന്റി വരും. ആ ആന്റി വരുന്ന സമയത്ത് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്നെ ബാബീന്ന് വിളിക്കും. ബാബീന്ന് വിളിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരിയാണ്. അങ്ങനെ നടക്കുന്ന കണ്ടിട്ട് നമ്മൾക്ക് വിഷമം തോന്നും. അപ്പൊ കർത്താവ് എന്നോട് പറയാ, നിന്റെ പേഴ്സിലിരിക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസ എടുത്ത് കൊടുക്കാനാ. എന്റെ കയ്യില് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങളുടെ ഫസ്റ്റ് നെയ്ബർ തന്ന ഒരു എമൗണ്ട് എനിക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച്, മോളെ നിന്നെ ഇത് അനുഗ്രഹിച്ച് തന്നു എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് സൂക്ഷിച്ചു വെച്ചതാ. ഹസ്ബൻഡ് പറഞ്ഞു അത് എടുക്കണ്ട, നമുക്ക് ആ സ്നേഹത്തിന്റെ ഒരു ടോക്കൺ ഓഫ് ലവ് അല്ലേ, അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിനോട് പറയാ ആ പൈസ എടുത്ത് കൊടുക്കാന്
ഹല്ലേലൂയ. ആ പ്ലാസ്റ്റിക് പറക്കുന്ന ആന്റിക്ക് കൊടുക്കാൻ പറയാ. ഞാൻ അന്നേരം ഒന്നും അടിച്ചു, കാരണം അവര് പോകുന്നെങ്കിൽ പോട്ടെ. ഫ്രണ്ടിലൂടെ റോഡിൽ നിൽക്കുമ്പോഴ് അവര് അവിടെ കടന്നു പോവാണെങ്കിൽ പോട്ടെ, എനിക്ക് കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ കർത്താവ് ഹല്ലേലൂയ എന്നോട് പറയാണ്, ഓ ഹല്ലേലൂയ, മത്തായി എഴുതിയ സുവിശേഷത്തിലുണ്ടല്ലോ, ഞാന് വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാന് രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ആ ഒരു വചനം എന്റെ ചെവിയിലോട്ട് മുഴങ്ങുന്ന പോലെ തോന്നി, എന്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് പിന്നെ അടിച്ചില്ല, പെട്ടെന്ന് ഞാൻ കരഞ്ഞു. കർത്താവിനോട് സംസാരിക്കുന്നതാണെന്ന് ഞാൻ പോയി ആ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ ആ ആന്റിയുടെ സ്നേഹമാണത്. അതെടുത്ത് ഞാൻ അവർക്ക് കൊടുത്തു. അതിൽ നിന്ന് കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. കർത്താവ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ആ പട്ടിണി പാവമായിട്ടുള്ള ആ സ്ത്രീയെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതിനുശേഷം അപ്പോഴ് കർത്താവിന് ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും കർത്താവ് നോക്കുന്നത് ഒരാളുടെ ഹൃദയത്തെയാണ്. അവരെ എല്ലാം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വലിയ പാഠമായിരുന്നു. പിന്നീട് ഒരു ദിവസം കോവിഡിന്റെ സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാര് വന്ന് മാസ്ക്, സാനിറ്റൈസർ ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴ് ഞാൻ ഡോർ തുറന്നില്ല. അവർ വന്നിട്ട് പോയി. എന്നാൽ പിന്നീടാണ് അറിഞ്ഞത്, അപ്പുറത്തെ വീട്ടിലെ ആന്റി പറഞ്ഞു ഞങ്ങൾക്ക് മാസ്ക്, സാനിറ്റൈസർ ഒക്കെ കിട്ടിയെന്ന്. അപ്പോഴേ എനിക്ക് വലിയ സങ്കടമായി. കാരണം എനിക്കത് കിട്ടിയില്ലല്ലോ, അവർ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സങ്കടമായിട്ട് ഇരുന്നു. ഹല്ലേലൂയ. അപ്പോഴ് കർത്താവിനോട് പറയാ, കുഞ്ഞെ നീ എന്തിനു സങ്കടപ്പെടുന്നു? നിസ്സാരമായിട്ടുള്ള ഈ മാസ്കിനും ഈ സാനിറ്റൈസറിന് വേണ്ടി നീ ഇത്ര വിഷമിക്കുന്നു. എന്നാൽ ഈ 100 കണക്കിന് ആൾക്കാര് നിത്യമായിട്ടുള്ള രക്ഷയെ അവർ സ്വന്തമാക്കാതെ പോയാൽ, അവർ ഈ ഭൂമിയെ മുഴുവന്, ഈ ഭൂലോകത്തെക്കാൾ വിലയുള്ള ആത്മാവിനെ അവർ നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് എത്ര നഷ്ടമാണ് വരുന്നത്? നീ അങ്ങനെ ചിന്തിക്കുക എന്ന് പറഞ്ഞു. കർത്താവിനോട് അങ്ങനെ പറഞ്ഞപ്പോഴ് എനിക്ക് ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഈ ചെറിയ വസ്തുക്ക് വേണ്ടി ഞാൻ അത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഫ്രീ ആയിട്ട് കിട്ടുന്ന നിത്യ രക്ഷ, ഹല്ലേലൂയ, ആത്മാവിന്റെ വില, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഈ 100 കോടി ഇത്ര ജനങ്ങള്, എനിക്ക് അറിഞ്ഞുകൂടാ, ഇത്രയും ജനങ്ങള് തിങ്ങിപ്പാർക്കുന്ന ജനത്തിൽ ഇത്രയും ആൾക്കാര് അത് നഷ്ടമാക്കി പോയാൽ അവർക്ക് എന്തൊരു നഷ്ടമാകും. അതുകൊണ്ട് കർത്താവിനെ ആ പാഠം പഠിപ്പിച്ചു. എന്നാലും അപ്പൊ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ സിസ്റ്ററെ, ഇടയ്ക്ക് ഞാൻ ചോദിക്കുകയാണേ, കേൾക്കുന്നുണ്ടോ? Yes. ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ കോവിഡിന്റെ ഇടയ്ക്കാണ് സാക്ഷ്യമൊക്കെ വന്ന് പറഞ്ഞത് അല്ലേ? 4 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു 1-2 സെൻറ്റൻസ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം. ഞാൻ തന്നെ 1-2 സെൻറ്റൻസ് പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സിസ്റ്റർ മുന്നോട്ടുള്ള സാക്ഷ്യം കേൾക്കാം. അതായത് സിസ്റ്റർ ദുബൈയിൽ ടീച്ചറായിരുന്നു, ജോലിയൊക്കെ വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നതാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നല്ലയോ? അതെ, കണ്ണിന്റെ റെറ്റിന ഡാമേജ് ആയി പോയിരുന്നു. അതെ, കർത്താവ് സൗഖ്യം തന്നു. അതെ. അങ്ങനെയാണ് ഈ ദുബായ് വിട്ട് ബോംബെക്ക് വരുന്നത്. അതെ. ബോംബെക്ക് വരുമ്പോൾ സൗഖ്യമായിരുന്നോ? അല്ല, അവിടെ വെച്ച് സൗഖ്യമായി ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു. പക്ഷേ ലാസ്റ്റില് കുഞ്ഞിന്റെ എന്റെ മോളുടെ വിവാഹത്തിന്റെ സമയത്ത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നപ്പോഴ് വന്നത് അവിടുന്ന് വരാനുള്ള സാഹചര്യം കർത്താവ് ഞങ്ങളെ എല്ലാ വഴികളും ബന്ധിച്ചു. ഇനി വരാൻ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പോഴ് കർത്താവ് ആ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതകളെല്ലാം 4 ദിവസം കൊണ്ട് മാറ്റി നല്ല നേരായ വഴിയിലൂടെ വരാൻ കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. അതെ, അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ അനുഭവങ്ങൾ അതൊക്കെയാണ്. അതെ, ശരി. അപ്പോൾ അതാണ് ഇപ്പോൾ ഷാനി സിസ്റ്റർ പറഞ്ഞത്. പിന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി കൊടുത്ത ഒരു തുകയെക്കുറിച്ച് പറഞ്ഞത്. അത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കപ്പെടേണ്ട തുകയാണ്. അങ്ങനെ പാത്രമൊക്കെ പറക്കാൻ വന്ന ഒരു ആൾക്ക് വിളിച്ചു കൊടുത്തെന്ന് പറഞ്ഞത് അല്ലേ? അതെ. ശരി. കൂടുതൽ പൈസ ഒന്നുമില്ലായിരുന്നു, 500 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആന്റി എന്നെ അനുഗ്രഹിച്ച് തന്നതാണ്. പക്ഷെ കർത്താവിന് അവരെ ഒത്തിരി സ്നേഹിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് എന്നോട് അത് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു. ശരി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു സാക്ഷ്യങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മളിപ്പം ചുരുക്കമായിട്ട് ഇത്ര വന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് ശേഷമുള്ള ജീവിതാനുഭവങ്ങളും കഥകളും ഒക്കെ പറയാം കേട്ടോ.
അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വീട് വിൽക്കാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ഒരു ഫ്ലാറ്റ് കൂടെ നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് മറ്റൊരു ഫ്ലാറ്റ് മാറി അവിടെ അവിടെ ഞങ്ങൾ താമസമാക്കി. ആ താമസമാക്കിയിരുന്ന സമയത്ത് നമ്മൾ നേരത്തെ താമസിച്ച ബിൽഡിങ്ങിൽ കോവിഡിന്റെ അധികമായിട്ടുള്ള വ്യാപനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആന്റി, നല്ല ചെറുപ്പക്കാരി ആന്റി മരിച്ചുപോയി. അങ്ങനെ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായിട്ട് ആ ആപത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. ആ പുതിയ ഫ്ലാറ്റിലേക്ക് പോയപ്പോൾ അവിടെ കർത്താവ് ഞങ്ങളെ സേഫ് ആക്കി വെച്ചു. അത് മാത്രമല്ല, ആ ബിൽഡിങ്ങിലുള്ളവരെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നേടുവാന് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ താമസിച്ച ആ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തുള്ള ഭവനത്തിൽ അനേക ഹല്ലേലൂയ ഈവിൾ സ്പിരിറ്റിന്റെ ബാധയുള്ള ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് പിങ്കി എന്നാണ്. അവൾക്ക് ദൈവം സൗഖ്യം കൊടുത്തു. അവരുടെ ഭവനത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം കൊടുത്തു. അവർ വിശ്വാസത്തിലായി. ഹല്ലേലൂയ. ആ സമയത്ത് കോവിഡ് വാക്സിന് എടുത്ത സമയത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ മുഖന് നന്നായിട്ട് നീര് വന്നിരുന്നു. എന്നാൽ കർത്താവ് അതെനിക്ക് സൗഖ്യം തന്നു. എന്നാൽ ഹല്ലേലൂയ ആ രണ്ടാമത്തെ വർഷം അതേ സമയത്ത് തന്നെ എനിക്ക് ആ നീര് വന്നു. മുഖം മുഴുവൻ നീര് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ലാതെ, ആഹാരം കഴിക്കാൻ ഒന്നും പറ്റില്ലാതെ നീര് വെച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കർത്താവിനോട് പറയാണ്, നീ ലാസ്റ്റ് ഇയർ കർത്താവിനെ വിടുവിച്ചു. ഒരു അടുത്തുള്ള കുടുംബം വിശ്വാസത്തിൽ വന്നു. ആ ബിബുൽ എന്ന് പറഞ്ഞ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആ വിശ്വാസിയായിട്ട് വന്നതേ ഉള്ളൂ, അധികം നാളായില്ല, 1 ഇയർ ആയതേ ഉള്ളൂ. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയാൻ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു. എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, മെസ്സേജ് അയച്ചു, യു ഷുഡ് പ്രേ ഫോർ മീ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴേ വാട്സപ്പ് കോളിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്റെ ആ നീരത് പൊട്ടിപ്പോയി. ഹല്ലേലൂയ. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. കാരണം ദൈവം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു രോഗശാന്തി വരം കൂടെ ദൈവം അദ്ദേഹത്തിൽ പകർന്നിട്ടുണ്ടായിരുന്നു. ആ രോഗശാന്തി വരം പകർന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് സൗഖ്യം തന്നപ്പോൾ പ്രാർത്ഥിച്ച ഉടനെ ആ പഴുപ്പ് മുഴുവനും പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് മനസ്സിലായി, ദൈവം എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. കർത്താവിന്റെ ഹല്ലേലൂയ അധികാരം, രോഗസൗഖ്യത്തിന്റെ അധികാരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. ഇന്ന് ഒരു ടിറ്റിവാല എന്ന് പറഞ്ഞ ചർച്ചിലെ പാസ്റ്ററാണ് അദ്ദേഹം. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാണ്. ശുശ്രൂഷയിൽ മുന്നേറാൻ കർത്താവ് അവരെ ഒരുക്കി. അങ്ങനെ ആ സമയത്ത് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ആ കുടുംബത്തെ നേടാനൊക്കെ ഇടയായി. ഹല്ലേലൂയ. അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ആദ്യം എന്നോട് പറഞ്ഞത്, നീ ഫേസ്ബുക്കിലൊക്കെ ഹല്ലേലൂയ ഓരോരുത്തർ സാക്ഷ്യവും കർത്താവിന്റെ വചനവും ഷെയർ ചെയ്യുമ്പോൾ നീ അവർക്ക് നല്ല കമന്റ്സ് ഹല്ലേലൂയ ഇട്ട് കൊടുക്കണം, അവരെ എൻകറേജ് ചെയ്യാൻ ഇട്ട് കൊടുക്കണം. കർത്താവ് എന്നോട് അത് കൽപ്പിക്കുകയായിരുന്നു. കർത്താവ് എന്നോട് അങ്ങനെ കൽപ്പിച്ചു. ഞാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഒരു സാക്ഷിയിൽ സൂം മീറ്റിംഗിൽ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം തന്നു. എനിക്ക് അന്ന് ഹിന്ദി നന്നായിട്ടൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ കർത്താവിന് വേണ്ടി നിന്നു. എന്നാൽ കർത്താവിന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോഴ് ഹല്ലേലൂയ ആ സാക്ഷ്യം പറഞ്ഞ് ഞാൻ നിന്ന് കഴിഞ്ഞപ്പോഴ് എന്റെ കർത്താവിന്റെ വലിയ പ്രസൻസ് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ അന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു സന്തോഷം. എന്റെ കുട്ടികൾ ആനുവൽ ഡേക്കൊക്കെ നല്ല പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ട് വരുമ്പോൾ ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യാറുണ്ട്. ആ ഹഗ് ചെയ്യുന്നത് പോലെ എന്റെ യേശുപ്പ എന്നെ അങ്ങനെ ഹഗ് ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഇനിയും കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് കർത്താവ് തന്നു. അതുപോലെ തന്നെ ആദ്യമായിട്ട് വചനം പറയാനായിട്ട് ഒരു സൂം മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് അറിയാവുന്നതുപോലെ കർത്താവിന്റെ വചനം സംസാരിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അങ്ങനെ ആ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്നോ, അന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ കർത്താവിന്റെ പ്രസൻസ് എന്റെ റൂമിൽ വന്നു. ഹല്ലേലൂയ. ആ ഇരുട്ടുള്ള റൂമിലെ കർത്താവിന്റെ മുഖം എനിക്ക് തെളിഞ്ഞു കാണാമായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ചില മാസങ്ങളായി, 1 വർഷത്തോളമായി, അതിൽ കൂടുതലായി കാണും. ഞാൻ 2 പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ട് കാണിക്കാന്. എന്റെ ടെയിൽ ബോണ് ഹല്ലേലൂയ അതിന് പ്രശ്നമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു വർഷത്തോളം ഞാൻ ഇരിക്കാതെ
ഒരു അതിനകത്തുള്ള ഒരു സീറ്റുണ്ട്. നടുക്ക് ഹോളുള്ള ഒരു സീറ്റിലാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഇരിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ അന്ന് രാത്രി കർത്താവിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ. അന്ന് രാത്രി മുഴുവനും ഞാൻ കരയായിരുന്നു. കർത്താവിന്റെ പ്രസൻസ് ഞാൻ കണ്ടതുകൊണ്ട്. നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല, ആ അതിനേക്കാൾ വാത്സല്യമുള്ള മുഖമാണ് നമ്മുടെ യേശുവിന്റെ മുഖം. ഹല്ലേലൂയ. ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല, അതിനേക്കാൾ ഹല്ലേലൂയ നല്ല വാത്സല്യ മുഖം കണ്ടപ്പോൾ ഞാൻ എന്തിനാണെന്നോ കരഞ്ഞത്. എന്റെ യേശുവിന്റെ മുഖം കണ്ടപ്പോൾ എന്റെ കർത്താവിനോട് കൂടെ എനിക്ക് പോകാൻ ആഗ്രഹമായിരുന്നു. അത്ര വാത്സല്യത്തോടെയുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പോൾ ഈ ലോകത്തിലെ ഈ ജീവിതം അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം കർത്താവിന്റെ ആ മുഖം കണ്ടാല് ഒരിക്കലും പിന്നെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഈ ലോകത്തിന് വേണ്ടി കരുതാനൊന്നും നമുക്ക് റെഡി ആകത്തില്ല. അത്ര സ്നേഹം ഞാൻ ആ രാത്രി അനുഭവിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ കരുതൽ ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവിന് സമർപ്പിക്കുന്നു. അതിനുശേഷം ഓരോരോ മീറ്റിങ്ങുകളിൽ കർത്താവ് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. ഡാളസ് പ്രൈലൻസിൽ ഹല്ലേലൂയ എല്ലാ സൺഡേയിലും അവധിയായതുകൊണ്ട് ഞാൻ അന്ന് കർത്താവിന്റെ സാക്ഷ്യം പറയുമായിരുന്നു. അവിടെ സാക്ഷ്യം മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന സമയത്ത് രാവിലെ 6:30 തൊട്ട് 7:30 വരെയാണ് അതിന്റെ സമയം. അന്ന് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചാണ് പ്രാർത്ഥന നടക്കുന്നത്. അന്നേരം എല്ലാ ആൾക്കാരും വരുമ്പോഴേ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കും. എന്നാൽ അന്ന് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദിവസം എൻ്റെ മേൽ ഒരു വലിയ ദൈവശക്തി വ്യാപരിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ 1 മണിക്കൂർ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ മേൽ അപ്പം എനിക്ക് അപ്പോഴേ പുതിയ അഭിഷേകം, പുതിയ അന്യഭാഷ എനിക്ക് ദൈവം തരുമായിരുന്നു. ആ അഭിഷേകം എനിക്ക് കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ഞാൻ അന്ന് ആരാധന കഴിയുന്നോടം വരെ ആ അന്യഭാഷയിൽ ഞാൻ അല്ലെങ്കിൽ പതിയെ പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? എന്നാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുമായിരുന്നു. അന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അവധി കിട്ടുന്നതല്ലേ, അപ്പോഴേ ഞാൻ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം ഈ കൈകൊണ്ട് തന്നെ ചെയ്യാൻ ദൈവം കൃപ തരുമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ ശക്തി, അഭിഷേകവും ദൈവത്തിന്റെ ശക്തിയും അത് രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ദൈവശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ദിവ്യ സാന്നിധ്യമാണ്. എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്യാനുള്ള കഴിവ് കർത്താവ് എനിക്ക് തരുമായിരുന്നു. കർത്താവിന് വേണ്ടി നിൽക്കാന് ആ കർത്താവിന്റെ ശക്തി ചൈതന്യം എൻ്റെ മേൽ പകർന്നത് കൊണ്ടാണ് എനിക്ക് ഇനിയും എൻ്റെ കർത്താവിന് വേണ്ടി ഓടണം, എനിക്ക് ഇനിയും വേണ്ടി അധ്വാനിക്കണമെന്ന് കർത്താവ് എനിക്ക് ആഗ്രഹം വന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ എല്ലാ കരുണയ്ക്കായിട്ടും സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ചെറുതായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന ഉണ്ടായിരുന്നു, നിങ്ങളെ ഒരു മിഷണറിമാരായിട്ട് അമേരിക്കയിൽ വിസിറ്റിങ്ങിന് വിടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു 2023 ഒക്ടോബറിൽ കർത്താവ് നിങ്ങളെ അയക്കുമെന്ന് പറഞ്ഞിരുന്നു. കർത്താവ് ഞങ്ങളോട് പറഞ്ഞതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്തു. അല്ലെങ്കിൽ പോകാനായിട്ട് അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ ഞങ്ങൾ റെഡിയാക്കി. എന്നാൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ല, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. എന്നാൽ അത് പറഞ്ഞതുപോലെ അതിന്റെ പ്രോസസ്സ് പോലെ ഞങ്ങൾ എംബസി ഇന്റർവ്യൂവിന് പോയി. എംബസി ഇന്റർവ്യൂവിന് പോയപ്പോഴേ പലരും പറഞ്ഞു അവിടെ ഫയലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ പോയപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ആ പാസ്റ്ററിന്റെ ബാഗിനകത്താണ് പാസ്പോർട്ട് ഇരുന്നത്. അത് കൊണ്ടുപോയില്ല. കാരണം അവിടെ അതൊന്നും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ല. എന്നാൽ അവിടെ ലൈൻ നിന്നപ്പോഴാണ്, ഒരു സെപ്റ്റംബർ 18-നാണ് അവിടെ ലൈൻ നിന്നപ്പോഴാണ് ദൈവമേ പാസ്പോർട്ട് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ വലിയൊരു വിഷമമായി പോയി. എന്നാൽ ആ സമയം തിരിച്ചു വന്നിട്ട് ഇവിടെ ഉല്ലാസനഗരി വരെ വന്നിട്ട് പാസ്പോർട്ട് എടുത്തുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു കസിൻ ബ്രദറിനെ വിളിച്ചു. അല്ലെങ്കിൽ വീട് ലോക്ക് കട്ട് ചെയ്ത് തുറന്ന് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഞങ്ങൾ അവിടെ പാസ്പോർട്ട് കൊടുത്തു വിട്ടു. അപ്പോഴേക്കും ഞങ്ങളുടെ സമയം കഴിഞ്ഞു, എംബസി ക്ലോസ് ചെയ്തു. ഹല്ലേലൂയ. എന്നാല് ഞങ്ങള് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് ആലോചന പറഞ്ഞു തന്ന ആ കുട്ടിയോട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയായിരിക്കുന്ന കാര്യങ്ങള് ഞങ്ങൾ ഇപ്പൊ എംബസി അടച്ചു പോയി, മോളെ പ്രാർത്ഥിക്കണം. അന്നേരം പറഞ്ഞു, കർത്താവ് ആലോചന പറഞ്ഞതല്ലേ, കർത്താവിന്റെ വഴി തിക ഉള്ളത്, അവിടെ തന്നെ നിന്നു, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. വെയിറ്റ് ഫോർ എ മിറക്കിൾ, അങ്ങനെ പറഞ്ഞു ആ കുട്ടി. ഞങ്ങൾ അവിടെ നിന്നു. അപ്പോഴേക്ക് എല്ലാവരും അടച്ചിട്ട് പോയല്ലോ. അപ്പോഴേ പാസ്പോർട്ട് കൊണ്ടുവന്നപ്പോ അവിടെ വെളിയിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, ഞങ്ങൾ ദൂരെ നിന്ന് വരികയാണ്, അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോഴേ ആ സ്റ്റാഫ് അകത്തുള്ള ആർക്കാ വിളിച്ചപ്പോ പറഞ്ഞു എന്നാ അവരോട് കയറി വരാൻ പറഞ്ഞു. നമുക്കറിയാലോ, ആ വെളിയിൽ നിന്ന് അകത്തേക്ക് പോകണമെങ്കിൽ ഒരു 3-4 ഡോർ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ ക്ലോസ് ചെയ്ത ഡോർ എല്ലാം തുറന്ന് ഞങ്ങൾ അകത്ത് ചെന്നപ്പോ അവിടെ ഒരു അമേരിക്കൻ മാത്രമേ ഇരിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ചോദിക്കാതെ 1-2 കാര്യങ്ങൾ ചോദിച്ചു. അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്, എത്ര നാൾ അവിടെ താമസിക്കും, അത്ര ചോദിച്ചിട്ട് വിസ അപ്രൂവൽ ആക്കി ഞങ്ങളുടെ പാസ്പോർട്ട് വാങ്ങിച്ചു. വളരെ അത്ഭുതകരമായ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, അത് റിജക്റ്റ് ആയിട്ട് വരുമെന്ന്. എന്നാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ ബാങ്ക് ബാലൻസ് ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ആകാതിരിക്കാനുള്ള ബാലൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും ചോദിക്കാതെ വിസ അപ്രൂവൽ ആക്കി തീർന്നു. ദൈവത്തിന്റെ വലിയ ദയക്കായിട്ട് സ്തോത്രം. ഇതൊരു വലിയ അത്ഭുതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന് ഞാൻ ഇന്ന് നന്ദി പറയുന്നു. കർത്താവിന്റെ കരുതലിനായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് പോയി. ഞാൻ 3 മാസം കഴിഞ്ഞ് ലീവ് എടുത്ത് പോയത് കൊണ്ട് 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. അനേക ഇടങ്ങളിൽ പോയി കർത്താവിന്റെ റെറ്റിന സൗഖ്യമാക്കിയത് ഒക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇംഗ്ലീഷ് ചർച്ചുകളിലും മലയാള ചർച്ചുകളിലും ഒക്കെ സാക്ഷ്യം പറഞ്ഞു. വലിയ സന്തോഷത്തോടെ വരിക. തിരിച്ചു വന്നപ്പോൾ എൻ്റെ കണ്ണിന് നല്ല മൂടലുണ്ടായിരുന്നു. അല്ലെ വീട്ടിൽ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ മങ്ങൽ, എൻ്റെ മങ്ങല്. ദൈവമേ, ഞാൻ വിചാരിച്ചപ്പാ ഞാൻ അവിടെ പോയി എല്ലായിടത്തും സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കർത്താവിനെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. വെളിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ കണ്ണ് വെള്ള പുക പോലെ മൂടി കിടക്കുന്ന പോലെയാണ്. നമ്മള് പുകയ്ക്കകത്ത് പോയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ എൻ്റെ കണ്ണ്. ഞാൻ വിചാരിച്ചു എന്താണ് ഇനി സ്കൂളിൽ പോകാൻ പറ്റില്ല. ഞാൻ അറിയിച്ചു എൻ്റെ കണ്ണിന് സംതിങ് ഈസ് റോങ് വിത്ത് മൈ ഐസ്. അതുകൊണ്ട് ഞാൻ 1 മാസം കൂടെ പ്രോക്സി വെച്ചിരുന്ന ആ ടീച്ചറിനെ 1 മാസം കൂടെ നിർത്തി. എന്നിട്ടും എൻ്റെ കണ്ണിന് കൂടിക്കൂടി വരികയാണ്. അന്നേരം ആ ടീച്ചറിന് ആ ജോലി വിട്ടിട്ട് പോകണം, അവൾക്ക് ഫർദർ സ്റ്റഡിക്ക് പോകണം. അതുകൊണ്ട് അപ്പോഴേ പ്രിൻസിപ്പൾ പറഞ്ഞു എന്നാൽ ടീച്ചർ തന്നെ വരണം, ഇപ്പൊ സ്കൂള് അടയ്ക്കാറായില്ല, ഇപ്പൊ ഞങ്ങൾ എവിടുന്ന സ്കൂള് വേറെ ടീച്ചറിനെ എടുക്കുന്നത്, അതുകൊണ്ട് യു ഷുഡ് കം ആൻഡ് ജോയിൻ വിത്ത് us നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് എന്ന് പറഞ്ഞു. അപ്പോഴെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് അത്രയില്ല, വെളിയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ചു, അപ്പാ ഞാൻ പോകണോ, എനിക്ക് കണ്ണിന് ഇത്ര കാഴ്ചയില്ല, എന്നാൽ ഞാൻ പോകണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേ കർത്താവ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇത് വചനം തന്നു, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നെന്ന്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഹല്ലേലൂയ, എനിക്കിനി പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ശത്രുവായവൻ എന്നെ ഒരു കോർണറിൽ ഇരുത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണോ, എന്നാൽ ആ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു. ഞാൻ എൻ്റെ റെറ്റീന ഡാമേജ് ആണെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാതെ. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരി, പണ്ട് ഞാൻ ആസാദിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ച ഒരു കുട്ടി, അവൾ ഇന്ന് അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് നല്ലൊരു ചർച്ചിൽ പോകുന്നതാണ്, വിശ്വാസത്തിലാണ്. എന്നെ വിളിച്ചു, എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറല്ലേ, നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് വാ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ആ മേഴ്സി എന്ന് പറഞ്ഞ കൂട്ടുകാരിയുടെ അവിടെ പോയി. അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പൊ അവിടെ പനവേലിനടുത്തുള്ള ജൂയി നഗർ അവിടെയാണ് താമസിക്കുന്നത്. അവിടെ അടുത്ത് എനിക്ക് കാണാൻ പറ്റില്ല, അടുത്ത് ഒരു നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഐ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കണ്ണിന്റെ എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാം ടെസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് എൻ്റെ റെറ്റിന അതുപോലെ കർത്താവ് സൗഖ്യമാക്കിയത് അതുപോലെ ഇരിക്കുന്നു. പിന്നെ അവർക്ക് ടെസ്റ്റിൽ മനസ്സിലായി എൻ്റെ കണ്ണിനകത്ത് തിമിരം ബാധിച്ച്, അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ മൂടിയിരിക്കുകയാണ്, അല്ല തിമിരമാണ്. അത് ഒരു കണ്ണിന് 20% കാഴ്ച, ഒരു കണ്ണിന് 35% കാഴ്ച. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ റെറ്റിന കർത്താവ് സൗഖ്യമായത് അതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ, ഇത് ഹല്ലേലൂയ ട്രീറ്റ്മെന്റ് ചെയ്താൽ പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹല്ലേലൂയ ഹസ്ബൻഡിനോട് അപ്പോഴത്തന്നെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ അവിടെ പോകാതെ ഫോർട്ടിസ് എന്ന ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ കണ്ണ് അന്ന് തുറക്കാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ കണ്ണിന് ഉണ്ണി വെളുത്താണ് ഇരിക്കുന്നത്, പക്ഷേ കണ്ണിന്റെ തുറക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ബ്ലഡ് വെസൽസ് എല്ലാം അങ്ങ് ചുരുങ്ങി പോയിരുന്നു. കണ്ണ് തുറക്കാൻ വയ്യാതെ വണ്ണം ഒറ്റ നോട്ടത്തിൽ തന്നെ കാഴ്ചയില്ലാത്ത ആളെ പോലെ ആയിരുന്നു. എന്നാൽ സ്കൂളില് മറ്റൊരാളെ എടുക്കാൻ പറ്റാത്തത് കൊണ്ടും പോർഷന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ തപ്പി പോകുമായിരുന്നു. എന്നാൽ പലയിടങ്ങളിലും ഞാൻ വീണിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാൽ കർത്താവിന്റെ പൊന്നുസാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ചില നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് പോവുകയാണ്. അന്നേരം ഇല്ലാസ്ഥകളിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ നേരെയുള്ള റോഡിയെ പോയാൽ 20 മിനിറ്റ്സ് വേണം സ്റ്റേഷനിലെത്താൻ. എന്നാൽ ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ പോയാൽ 5 മിനിറ്റ്സ് കൊണ്ട് സ്റ്റേഷനിലെത്താം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വഴിയാണ്. ഞാൻ അതിലെയാണ് പോകാറുള്ളത്, കാരണം എളുപ്പത്തിൽ പോകാമല്ലോ. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ പോയപ്പോഴേ
വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ റൂമിൽ എനിക്ക് കുറച്ചൊക്കെ കാണാമായിരുന്നു. എന്നാൽ ഞാൻ അന്ന് അതിരാവിലെ 6 മണിക്ക് വെളിയിൽ ഇറങ്ങിയപ്പോഴേ എനിക്കൊന്നും കാണാൻ പറ്റുമായിരുന്നു. കംപ്ലീറ്റ് പുക പോലെയായിരുന്നു. ഞാൻ അപ്പോഴേക്ക് എന്റെ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു. എന്റെ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു. അപ്പോഴ് അത്രേ വിളിച്ചുള്ളൂ. അപ്പോഴേക്ക് എന്റെ തൊട്ട് മുന്നില് ആരോ നടക്കുന്ന പോലെ തോന്നി. കാരണം ആ റെയിൽവേ ട്രാക്കിൽ ഇരുട്ടായതുകൊണ്ട് അവിടെ കുടിയന്മാര് ഡ്രഗ്സ് അടിച്ചൊക്കെ ഓരോ കിടക്കും. അപ്പൊ എന്റെ മൊബൈൽ ഒക്കെ തട്ടിപ്പറിക്കാൻ വന്നാൽ എനിക്ക് കാണില്ലല്ലോ. അതുകൊണ്ടാണ് എന്റെ കർത്താവെ എന്ന് വിളിച്ചെന്നാൽ ഞാനിങ്ങനെ വിളിച്ചപ്പോ തന്നെ എന്റെ മുന്നിൽ ഒരാള് നല്ല ഉദ്യോഗസ്ഥന് ജോലിക്ക് പോകുന്ന ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഡിസ്റ്റൻസ് വിട്ടിട്ട് അദ്ദേഹത്തിന്റെ പുറകെ പോയി. ആ സ്റ്റേഷനില് 5 മിനിറ്റ്സേ ഉള്ളൂ സ്റ്റേഷനില്. ഞാൻ ആ സ്റ്റെപ്പ് കയറി പ്ലാറ്റ്ഫോമിലേക്ക് കയറി. എന്നാൽ ആ മനുഷ്യൻ എന്റെ പുറകിൽ നിന്നു. എന്റെ മുന്നിൽ പോയ അദ്ദേഹം ആ സ്റ്റെപ്പ് കയറാൻ വേണ്ടി എനിക്ക് വേണ്ടി കയറ്റി വിടാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ ആ വെളിയിൽ നിന്നു. ഹല്ലേലൂയ. ഞാൻ ആ സ്റ്റെപ്പ് കയറിയിട്ട് നോക്കിയപ്പോഴേ ആരുടെ കൂടെയാ ഞാൻ വന്നത് എനിക്കൊന്ന് നോക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയ ഒന്ന് മുഖം പരിചയമുള്ളതാണോ എന്ന് അറിയാൻ നോക്കിയപ്പോഴേ ഞാൻ നോക്കി നിൽക്കുമ്പോഴേ ആ മനുഷ്യൻ ഡിസപ്പിയർ ആയിപ്പോയി. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് കരഞ്ഞു. കാരണം കർത്താവ് എനിക്ക് വചനം തന്നിരുന്നു, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നെന്ന്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ദൂതനാണ് എന്റെ മുമ്പിൽ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് കരഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് കരഞ്ഞു. അപ്പൊ കർത്താവിന്റെ തിരുസാന്നിധ്യം എന്റെ കൂടെ ഉണ്ടായിരുന്നത് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ അവിടെ ആ സ്റ്റേഷനിൽ നിന്നപ്പോൾ എനിക്ക് കർത്താവ് വേറൊരു ടീച്ചറിനെ എനിക്ക് കൂടെ ഒരുക്കിയിരുന്നു. റീത എന്ന് പറഞ്ഞൊരു ടീച്ചർ. ആ ടീച്ചറിന് ജോലി കിട്ടാന് ഹല്ലേലൂയ ഒരു സാധ്യതയും ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ഇന്റർവ്യൂ വന്നപ്പോ എന്നോട് പറഞ്ഞു, മിസ്സോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ഡെമോ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ എടുക്കില്ല, കാരണം എനിക്ക് ഡെമോ എടുക്കാൻ പേടിയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് ഡെമോ കൂടാതെ ഇവിടെ സെലക്ഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് ഹല്ലേലൂയ മൗനമായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, എല്ലാവർക്കും ഡെമോ എടുക്കും, ആ ടീച്ചറിന് മാത്രം ഡെമോ എടുക്കല്ലേ എന്ന്. കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഹല്ലേലൂയ ലേറ്റ് ആയെന്ന് പറഞ്ഞ് ആ ടീച്ചറിന് മാത്രം ഡെമോ എടുക്കാതെ അവളെ സെലക്റ്റഡ് ആക്കി. അതുകൊണ്ട് ആ ടീച്ചറിന് ഒത്തിരി എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് പോകുന്ന പോലെ ആ ടീച്ചർ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവിടുമായിരുന്നു, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. എന്നാല് പിന്നീട് ഞാൻ പലയിടത്ത് വീഴുന്നുണ്ട്. ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോഴ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി നടന്നു വന്നപ്പോഴ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ ട്രാക്കിലേക്ക് ഞാൻ വീണു. ഞാൻ ബൈ മിസ്റ്റേക്ക് അങ്ങനെ വീണു പോയി. ഞാൻ കണ്ടില്ല, അത് ട്രാക്കാന്ന് കണ്ടില്ല. ഞാൻ താഴോട്ട് വീണു പോയി. എന്റെ 2 മുട്ടും കുത്തിയാണ് വീണത്. എനിക്ക് കരയാൻ പോലും ബലമില്ലായിരുന്നു. എന്റെ കയ്യില് ബുക്സ് ഉണ്ടായിരുന്നു, എന്റെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, അത് രണ്ടും തെറിച്ചു പോയി. ഞാൻ വീണെടുത്ത് അതുപോലെ തന്നെ കിടന്നു. കാരണം എനിക്ക് അനങ്ങാൻ, അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ചയല്ലേ, എനിക്ക് അനങ്ങാൻ പറ്റാതെ ഞാൻ അവിടെ കിടന്നു. അപ്പോഴേക്കും 2 പേരെന്നെ സിസ്റ്ററെ, എടുത്തു. ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പം പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ അല്ലയോ ഇറങ്ങിയത്? അതെ, പ്ലാറ്റ്ഫോമിലാണ് വീണത് അല്ലേ? പ്ലാറ്റ്ഫോമിൽ നിന്ന് കാല് തട്ടി ട്രാക്കിലേക്ക് വീണു. മുട്ടിടിച്ച വീണു, അപ്രതീക്ഷിതമായിട്ട് വീണു. അന്നേരം 2 പേരെടുത്തിട്ട് ആ ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഹല്ലേലൂയ. എനിക്ക് ഓ, കരയാൻ ട്രെയിൻ പോലും ട്രെയിൻ ബലമില്ലായിരുന്നു. അന്നേരത്തൊക്കെ പോയിരുന്നല്ലയോ? ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാ ഞാൻ വീണത്. ശരി ട്രെയിൻ അങ്ങ് പോയി. ട്രെയിൻ വിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരി. വീണത്. അപ്പോഴേ 2 പേര് വന്ന് എടുത്തി. ആരാന്നറിയില്ല, 2 ആൺകുട്ടികൾ വന്ന് അവിടെ ഇരുത്തി. അപ്പോഴേ പെട്ടെന്ന് എന്റെ മനസ്സിൽ കർത്താവ്, ഞാൻ എന്റെ കാല് ഒടിഞ്ഞോ എന്ന് പേടിച്ചു. അപ്പോഴേ കർത്താവ് എന്നോട് സംസാരിച്ചു, അവന്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അങ്ങനെ എന്റെ വചനം എന്റെ മനസ്സിൽ അപ്പോഴും വന്നു. എന്റെ കാല് ഒടിഞ്ഞു പോയില്ലെന്ന് എനിക്ക് തന്നു. ഞാന് ഹസ്ബൻഡിനെ വിളിച്ചില്ല, കാരണം നീ ദൂരെയല്ലേ, അപ്പൊ സൂക്ഷിക്കാത്തതാണെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചില്ല. വിളിക്കാത്ത സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയോ ഒരു തരത്തില് അരമണിക്കൂർ കഴിഞ്ഞപ്പോ എന്റെ വേദന കുറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ കിടക്കാൻ തുടങ്ങി. കിടന്നു കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കഴിഞ്ഞപ്പോഴേ 2 മുട്ടും നീര് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹല്ലേലൂയ, ആരോട് ഇത് പറയും, എനിക്ക് ഒട്ടും നടക്കാൻ, ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴേക്കും അതിന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഹസ്ബൻഡിന് അയച്ചു. ഇത്ര കൂടുതലാണെന്ന്. ഹസ്ബൻഡ് പറഞ്ഞു, ഒരു ദിവസം നോക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒരു സ്റ്റെപ്പ് പോലും പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പൊ പ്രിൻസിപ്പളിന് ആ ഫോട്ടോ അയച്ചു, എന്റെ കൂട്ടുകാർക്കെല്ലാം ഞാൻ ആ ഫോട്ടോ അയച്ചു, എന്റെ 2 മുട്ടും നീര് വെച്ചിരിക്കുന്ന ഫോട്ടോ അയച്ചു.
അന്ന് ഞാനിങ്ങനെ ഒരു ഒരു വൈകിട്ട് ഈവനിങ്ങിൽ ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. ഷാജി ജോർജ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന് ഞാൻ വല്ലപ്പോഴും ഒക്കെ കൂടാറുണ്ട്. അന്നേരം ഞാൻ കൂടിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോ വീണതാണ്, എന്റെ രണ്ട് മുട്ടും വേദനയും, നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ ദേവദാസനും അവിടെയുള്ള ആൾക്കാരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം ബെഡിൽ നിന്ന് എഴുന്നേറ്റില്ല, കാരണം എന്റെ കാലിന് വയ്യല്ലോ, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് അറിയില്ല. പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് ചാടി വാഷ്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോ നോക്കിയപ്പോ എന്റെ കാലിന് ഒരു വേദന എടുത്തില്ല. ഞാൻ നോക്കിയപ്പോഴേ എന്റെ കാലിന്റെ മുട്ട് നീരെല്ലാം മാറിയിരിക്കുന്നു, വേദനയും മാറിയിരിക്കുന്നു. കർത്താവ് എന്റെ കാലം നോർമലാക്കി വെച്ചു. ഞാൻ അന്ന് തന്നെ സ്കൂളിൽ പോയി, ഒരു ദിവസമേ ലീവ് എടുത്തുള്ളൂ. അന്ന് പിറ്റേ ദിവസം അതിന് ഒരു ദിവസം മുമ്പ് എല്ലാവർക്കും നീരുള്ള കാലിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തതാ, കാരണം ലീവിന് വേണ്ടി. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സുഖത്തോടെ സ്കൂളിലേക്ക് പോയി. കർത്താവ് എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അതെന്റെ സ്കൂളിൽ എന്റെ ടീച്ചേഴ്സിനൊക്കെ ഒരു വലിയ സാക്ഷ്യമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എങ്ങനെ ഇത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, വി പ്രേ ടു അവർ ഗോഡ്, അവർ ജീസസ് ഹാസ് ഹീൽ മീ എന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് ഒത്തിരി സന്തോഷമായി, കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ഒരു കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു. എന്നാലും ഞാൻ പോകുമ്പോ പിന്നെ വീഴുമായിരുന്നു. അപ്പോഴേ പ്രിൻസിപ്പളിന് വലിയ വിഷമം തോന്നി, എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ആക്കുന്നത്. ഒരിക്കൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നൗ യു ഷുഡ് ഗോ ഫോർ ദ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഇനി ഐ ക്യാൻ സീ എവറിത്തിങ്, യു ആർ ഓൾവേസ് ഫോളിങ് ഡൗൺ എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഇനി പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ നേരത്തെ എക്സാമിന് മുമ്പേ ഓപ്പറേഷന് പോയി റെഡിയായി. ഹല്ലേലൂയ. അപ്പൊ ഹസ്ബൻഡ് വന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ ഓപ്പറേഷന് പോയി. ഹല്ലേലൂയ. ഡോക്ടർ ഇത്രയും കൂടുതലായി പോയത് കൊണ്ട് അത്ര പ്രതീക്ഷ പറഞ്ഞില്ല, ചിലപ്പോഴ് സൗഖ്യം കിട്ടും, ചിലപ്പം കുഴപ്പമാകുമെന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതകരമായിട്ട് എനിക്ക് കാഴ്ച തന്നു. ഹല്ലേലൂയ. എനിക്ക് നല്ല കാഴ്ച കിട്ടി. എന്റെ സ്കൂളിൽ ആരും വിചാരിച്ചില്ല ഞാൻ ഇനി തിരിച്ചു വരുമെന്ന്. കാരണം എന്റെ കണ്ണ് അന്ധയായി പോയ പോലെ ഇങ്ങനെ കറുത്ത് കിടന്നു, തടിച്ചു കിടക്കുമായിരുന്നു. എന്നാല് കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഒരു കണ്ണിന്റെ ഓപ്പറേഷന് 1 മന്ത് കഴിഞ്ഞ് ഞാൻ പോയി. 1 മന്ത് കഴിഞ്ഞിട്ട് അടുത്തതിന്റെയും കൂടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം 12 ഡേയ്സ് ആയപ്പോ സ്കൂള് തുറന്നപ്പോഴേ ഹല്ലേലൂയ, സ്കൂള് തുറന്നപ്പോ സന്തോഷത്തോടെ ഞാൻ പോയി. ഹല്ലേലൂയ. കർത്താവിന്റെ സാക്ഷിയായിട്ടാണ് പോയത്. എന്നാല് എനിക്ക് സ്കൂളില് ഞാൻ ആണ് ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്. സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു പേരൻസ് ഒക്കെ വന്ന് നിൽക്കുന്ന, ഫീസ് അടക്കാൻ നിൽക്കുന്ന അവിടെ ഒരു വലിയ നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ നോട്ടീസ് ബോർഡിൽ ഞാനാണ് അതിനകത്ത് തോട്ട് ഫോർ ദ ഡേ, ന്യൂ വേർഡ്സ് ഒക്കെ എഴുതുന്നത്. അത് ഞാൻ എഴുതുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ ആ ഫുട്ബോള് എന്റെ നെറ്റിയിൽ വന്ന് പതിച്ചു. അന്ന് എനിക്ക് 14 ഡേയ്സേ ആയിട്ടുള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. വന്നിട്ട് എന്റെ നെറ്റിയിൽ പതിച്ചു. ആ കുട്ടികൾ കരഞ്ഞു, കാരണം ടീച്ചേഴ്സും കരഞ്ഞു, അവിടെ പേരൻസ് വന്ന് അവരെല്ലാം കണ്ടു, ഇത്ര എന്റെ നെറ്റിക്ക് പതിച്ചു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണോ, എനിക്കൊന്നും പറ്റില്ല. ഞാൻ എന്റെ തലയിൽ അടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു, എന്നാൽ എന്റെ കർത്താവിന്റെ കരം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. എനിക്കൊന്നും ഒരു വേദന എടുത്തില്ല, എന്റെ കണ്ണാടി പൊട്ടിയില്ല, എനിക്കൊന്നും സംഭവിക്കാതെ കർത്താവ് സൂക്ഷിച്ചു. ഇപ്പൊ റീസെന്റ് ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട് കണ്ണിന്റെ കാഴ്ചയ്ക്കൊക്കെ അത് ഇഫക്റ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ എന്റെ കർത്താവിന്റെ ബലമുള്ള കരം എന്നെ താങ്ങിയത് കൊണ്ട് എനിക്ക് ഒരു കേട് സംഭവിച്ചില്ല. എന്റെ കണ്ണിന് കാഴ്ചയൊന്നും മങ്ങിയില്ല. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് സൂക്ഷിച്ചു. നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവ് തന്റെ ദൂതനെ തന്റെ മക്കളുടെ കൂടെ വെക്കുമെന്ന്. എന്നാൽ പലപ്പോഴും അത് നമ്മൾക്ക് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ അല്ലെങ്കിൽ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. ആ കർത്താവിന്റെ സ്നേഹവും ആ കർത്താവിന്റെ കരുതലും ആ പ്രൊട്ടക്ഷനെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ഹല്ലേലൂയ, ഇത്ര വലിയ സ്നേഹം, കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്നും കർത്താവിന്റെ വചനം എത്ര സത്യമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. പിന്നെ ഞാൻ കർത്താവിനോട് ചോദിക്കുകയായിരുന്നു, അപ്പ ഞാൻ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത്? കർത്താവിനെ ഇത്രത്തോളം സൗഖ്യമാക്കിയല്ലോ, ഇത്ര വിടുതൽ തന്നല്ലോ, ഞാൻ കർത്താവിന് വേണ്ടി ഏത് രീതിയിലാണ് പ്രയോജനപ്പെടേണ്ടത്? ഹല്ലേലൂയ. അപ്പോഴേ കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ, ഒരു നല്ല ഡോക്ടർ ഒരു ക്ലിനിക്കിൽ ഉണ്ടെങ്കിൽ പേഷ്യൻസ് എങ്ങനെയാണ് അതിന്റെ ഗുണം കൈപ്പറ്റുക?
അന്നേരം എനിക്ക് മനസ്സിലായി. അപ്പൊ പേഷ്യൻസ് ഒക്കെ ഡോക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം നിന്റെ വീട്ടിലിരുന്നാ മതി. ആരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിന്റെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. അന്ന് തൊട്ട് കർത്താവ്, ഹല്ലേലൂയ, കർത്താവിന്റെ വലിയ സ്നേഹം, ഈ കരുതല്, ഹല്ലേലൂയ, ഞാൻ പലരോടും പറയാൻ തുടങ്ങി. ഓരോരുത്തർ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ ഫോണിലൂടെ അവർക്ക് പ്രാർത്ഥിക്കും. കാരണം നമ്മുടെ സ്വന്തം വീടല്ലല്ലോ, ആർക്കും ഡിസ്റ്റർബ് ആകാതെ. എന്നാൽ കർത്താവിന്റെ അത്ഭുതത്തിന്റെ വിടുതല്, ഹല്ലേലൂയ, അനുഭവിക്കാൻ തക്കോണം കർത്താവ് ഇവിടെയായി. സ്കൂളിലാണെങ്കിലും ഹല്ലേലൂയ കർത്താവ്, അല്ലെ, ഞാൻ അവിടെ മുംബ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. മുംബ്രയിലെ കുട്ടികളൊക്കെ ഹല്ലേലൂയ കുസൃതി പിടിച്ച കുട്ടികളൊക്കെയാണ്. എന്നാൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു രോഗമോ ഒരു ആക്സിഡന്റോ അങ്ങനെ വരുമ്പോൾ കർത്താവ് അതെന്നെ അറിയിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ആ കുട്ടികളോട് പറയുമായിരുന്നു, അവർക്കൊക്കെ അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്ന, ഒരു ടീച്ചറായിട്ട് കർത്താവ് ഒരു സ്കൂളിൽ വിടുമ്പോൾ കർത്താവിന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു പക്ഷേ പഠിക്കാനുള്ള ഒട്ടും കഴിവില്ലാത്ത കുട്ടിയെ കർത്താവിനോട് പറഞ്ഞു തരാണ്ടോ, ഈ കുട്ടിയെ നീ ഇങ്ങനെ കെയർ ചെയ്യണമെന്ന്. ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ ദുബൈയിലായിരുന്നപ്പോഴേ ഒരു തഹസിൻ എന്ന് പറയുന്ന ഒരു കുട്ടി എന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു മോള്. ആ കുട്ടി ഡോൺ സിൻഡ്രോം ഉള്ള കുട്ടിയാണ്. അവള് ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞായിരുന്നു, അവള് മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെ സ്പിറ്റ് ചെയ്യും, ക്ലാസ്സിൽ വെച്ച് ബോട്ടിലുള്ള വെള്ളം വെച്ച് കുളിക്കും, ക്ലാസ്സിൽ ഇറങ്ങി ഓടും, അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. എന്നാൽ ആ സ്കൂളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ അംഗവൈകല്യമുള്ള കുട്ടികളെയും അവരെടുക്കുമായിരുന്നു. എന്നാൽ ഈ കുട്ടികളെ എല്ലാം കർത്താവായി എന്റെ ക്ലാസ്സിൽ കൊണ്ടുതരും. കർത്താവ് എന്നോട് പറയും, നീ അതിനൊരു കംപ്ലൈന്റ് പറയരുത്. അല്ലെങ്കിൽ ഈ കുട്ടിയെ നീ ഇങ്ങനെ കെയർ ചെയ്യണം, ഇങ്ങനെ കെയർ ചെയ്യണം. ആ തഹസീൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരു വർഷം മുഴുവൻ എന്റെ ടീച്ചർ ടേബിളും ടീച്ചർ കസേരയും കൊടുത്തിട്ടുണ്ട്. കാരണം അവളോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, എന്നിട്ട് ആരൊക്കെ സംസാരിക്കുന്നുണ്ട് അവരുടെ പേരെഴുതി വെക്കാന്, അല്ലെങ്കിൽ അവൾ ഇറങ്ങി ഓടും. കർത്താവിനോട് പറയലായിരുന്നു, കർത്താവിനോട് കൽപ്പിക്കുകയായിരുന്നു, നീ കുട്ടിയെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ. ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടപ്പാ, എന്തുകൊണ്ട് ഞാൻ കർത്താവിന്റെ ഒരു മകളാ, ആ കുട്ടിക്ക് വേണ്ടി എന്നോട് കൽപ്പിക്കുന്നത് എന്താ അപ്പ? കാരണം അവള് കർത്താവിനെ അറിയുന്നതല്ല, അവളുടെ പപ്പയും വേണ്ടി കർത്താവിനെ അറിയുന്നതല്ല. എന്നാൽ ആ കുട്ടിക്ക് വേണ്ടി കർത്താവ് എന്താണ് എന്നോട് കൽപ്പിക്കുന്നത്? അപ്പൊ കർത്താവിനോട് പറയാ, കുഞ്ഞെ, ഞാൻ നീ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെയാണ് അവളെ സ്നേഹിക്കുന്നത്. അങ്ങനെ പറയാണ് കർത്താവിനോട് പറയാ, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെയാണ് അവളെ സ്നേഹിക്കുന്നത്. നീയും എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതുകൊണ്ട് നീയും ആ കുട്ടിയെ സ്നേഹിക്കണം. അതെന്റെ ഇഷ്ടമാണെന്ന്. ഹല്ലേലൂയ. ഈ ഇഷ്ടം ചെയ്യാനാണ് നിന്നെ ഒരു ടീച്ചറാക്കിയത്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞുപോയി. നീ എന്നെ ഇഷ്ടം ചെയ്യാനാണ് നിന്നെ ഒരു ടീച്ചറാക്കി ഇവിടെ വെച്ചത്. ആ സ്കൂളിൽ എത്ര ഇങ്ങനെ കുട്ടികൾ, അലർജിയുള്ള കുട്ടികൾ, മുഖമൊക്കെ വിരൂപമായി അലർജിയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നു. മറ്റുള്ള കുട്ടികൾ ഇരുത്താത്ത സ്ഥാനങ്ങളിൽ അവരെ കർത്താവിനോട് പറഞ്ഞു, നീ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കാണിക്കാൻ. ആ ടീച്ചർ കെട്ടിപ്പിടിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ അവരെ മാറ്റി നിർത്തത്തില്ല. അങ്ങനെ ആ കുട്ടികളോടുള്ള വെറുപ്പ് മാറ്റാൻ കർത്താവ് പറഞ്ഞു തന്നു. പഠിക്കാത്ത കുട്ടികളെ, ഹല്ലേലൂയ, അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരെ പഠിത്തത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു തന്നു. അങ്ങനെ കർത്താവ് ഓരോ ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ കർത്താവ് പറയും, നീ ഈ കുട്ടിക്ക് അമ്മയായിരിക്കണമെന്ന്. ഹല്ലേലൂയ. കർത്താവ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ കുട്ടിയുടെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ആ രീതിയിൽ കർത്താവിന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയോട് കർത്താവ് പറയുമായിരുന്നു, നീ ആ കുട്ടിയോട് പറ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകാന്. അങ്ങനെ, കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അഫീഫ എന്ന് പറഞ്ഞ കുട്ടി എപ്പോഴും എന്റെ അടുത്ത്, മാം യു ഷുഡ് പ്രേ ഫോർ മീ, ഐ എം നോട്ട് വെൽ, അങ്ങനെ പറയുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയായിരുന്നു. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ, നീ യു ഷുഡ് ഗോ ഫോർ എ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ, മാം ഐ എം കംപ്ലീറ്റ്ലി ഹെൽത്തി, ദെൻ വൈ ഐ ഹാവ് ടു ഗോ ടു സീ ദ ഡോക്ടർ. അങ്ങനെ പറഞ്ഞ അവള് പോയില്ല. എന്നാൽ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോ അവിടെ പുറകിൽ ഒരു തടിപ്പ് പോലെ വന്നു. അവര് ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോഴാണ് ആ ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആയി. അവിടെ ഹാർട്ടിനകത്ത് ഇന്റേണൽ ഓർഗൻസ് എല്ലാം ആ ക്യാൻസർ പടർന്നു. ആ കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. ഹല്ലേലൂയ. അന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നെങ്കിൽ ഇപ്പോൾ റീകവർ ആകുമായിരുന്നു. എന്നാൽ അത് ശരീരം മുഴുവൻ പടർന്നിരിക്കുന്നു. അങ്ങനെ ആ കുട്ടിക്ക്, ഹല്ലേലൂയ, അവസാനം ആ കുട്ടി ട്രീറ്റ്മെന്റ് ആകുന്നതൊക്കെ ചെയ്തു. അവൾക്ക് സുഖം ആകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്നോ, കർത്താവിന്റെ സ്നേഹം
മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് കർത്താവ്, ഹല്ലേലൂയ, അതാണ് കർത്താവിന്റെ ഇഷ്ടം. ഒരു ടീച്ചർ എന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കർത്താവിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടമാണ്. കഷ്ടത്തിലിരിക്കുന്നത്, പഠിക്കാൻ പറ്റില്ലാത്തവര്, അംഗവൈകല്യമുള്ളവര്, അലർജി രോഗങ്ങളുള്ളവര്, മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നവര്, അവരെ സ്നേഹിക്കാനും കരുതുവാനും അവരോടുള്ള വെറുപ്പ് മാറ്റാനുമായിട്ടാണ് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നത്. ശരിക്കും അത് കർത്താവിന്റെ ഒരു ശുശ്രൂഷയാണ്. ഞാൻ അതിനെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടെ ഹല്ലേലൂയ, പറയാനുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പോയപ്പോഴെങ്ങനെയോ രാവിലെ നല്ല തിരക്കാണല്ലോ. രാവിലെ നമ്മൾ കണ്ണാടി വെച്ചുകൊണ്ട് പോയാൽ ഈ കണ്ണാടി തെറിച്ചു പോകും. വാച്ചിട്ടുകൊണ്ട് പോയാലോ വാച്ചിന്റെ സൂചിയും ചില്ലും ഒന്നും കാണില്ല. അങ്ങനെയാണ്. ഷോളൊക്കെ ബാഗിനകത്ത് വെച്ചിട്ട് പോകണം, അതൊന്നും കാണില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരക്കാണല്ലോ. അപ്പോഴും ഞാൻ കണ്ണാടി ബാഗിനകത്ത് വെച്ചിട്ട് പോകും. എങ്ങനെയോ എന്റെ കണ്ണിന്, ഹല്ലേലൂയ, എന്തോ ഒരു തട്ടി, ആരോ കൈ തട്ടിയതാ. ഞാൻ ഓർക്കുന്നില്ല, ആ തിരക്കിനകത്ത് ഓർക്കുന്നില്ല. എനിക്ക് എന്റെ കണ്ണിനെ രണ്ടായിട്ട് കാണുകയായിരുന്നു. എനിക്ക് വായിക്കുമ്പോഴേ എനിക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ല, രണ്ടായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒത്തിരി ഭാരപ്പെട്ടു. ഞാൻ ഹസ്ബൻഡിനോട് എങ്ങനെ പറയും, ഇനി ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യണോ? ഒത്തിരി വേദനിച്ചു. ഒരു ദിവസം ഞാൻ ഭവനത്തിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പാ, ഹല്ലേലൂയ, അന്ന് എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പൊ 9 ആൻസർ ബണ്ടിൽസ് ഉണ്ട് എനിക്ക് നോക്കാൻ. ആ 9 ആൻസർ ബണ്ടിൽ നോക്കാൻ ഞാൻ നോക്കിയപ്പോ എനിക്ക് രണ്ടായിട്ടാണ് കാണുന്നത്. എനിക്കത് വായിച്ചെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോഴും ഞാനന്ന് ആ 9 ആൻസർ ബണ്ടിൽ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചു, മേളിൽ വെച്ചിട്ട് അതിന്റെ മേളിൽ കൈ വെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു. അന്ന് ആരുമില്ലായിരുന്നു വീട്ടില്. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞപ്പ എനിക്ക് ഇത്രയും ആൻസർ ബണ്ടിൽ നോക്കണം, എന്റെ കണ്ണിനിങ്ങനെ രണ്ടായിട്ട് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യും? ദൈവം ഇതൊരു വലിയ സാക്ഷ്യമാക്കി തീർക്കണമേ, കർത്താവ് ഇതൊരു വലിയ സാക്ഷ്യമാക്കി തീർക്കണേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു, കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു. ആ കരഞ്ഞ സമയത്ത് എന്റെ കണ്ണില് ഒരു പൊടി മണ്ണ് വാരിയിട്ടതുപോലെ എന്റെ കണ്ണിന് തോന്നി. എന്റെ കണ്ണ് നിറച്ച് മണ്ണ് വീണതുപോലെ ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നി. ഹല്ലേലൂയ. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. ഞാൻ വിചാരിച്ചു കുറച്ച് കരയുമ്പോൾ ആ മണ്ണിലെ പൊടി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞു. കർത്താവിന്റെ സന്നിധിയിൽ കരഞ്ഞു, വിടുതലിനായിട്ട് കരഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആൻസർ പേപ്പർ നോക്കിയപ്പോഴേ എന്റെ കാഴ്ച ക്ലിയർ ആയിരിക്കുന്നു. കർത്താവ് എനിക്ക് അത്ഭുതം തന്നു, അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ കർത്താവ് തന്നു. ആ എന്റെ കണ്ണിന്റെ ബ്ലർ വിഷൻ ആണെന്ന് പറഞ്ഞ്, ഡബിൾ വിഷൻ ആണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാൻ ദൈവം അനുവദിച്ചില്ല. അത്ഭുതകരമായിട്ടുള്ള ഒരു വിടുതൽ കർത്താവ് എനിക്ക് തന്നു. എന്റെ കർത്താവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒന്നും തളർന്നു പോകാതെ നടത്തുന്നത് വചനം. അല്ലെങ്കിൽ എന്റെ ഭിത്തിയിൽ അപ്പോഴും ഞാൻ നോക്കും, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആ വചനം, ഹല്ലേലൂയ, അത് ആശ്വസിപ്പിച്ച് വഴി നടത്തും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു. ആ വചനം എന്ന് വെച്ച് ഞാൻ ഭിത്തിയിൽ എഴുതി വെച്ചോ, അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ നിവൃത്തിയാണത്, വചനത്തിന്റെ നിവൃത്തി. ഹല്ലേലൂയ. എന്തെല്ലാം കഷ്ടങ്ങൾ സംഭവിച്ചാലും അതെല്ലാം കർത്താവ്, ഹല്ലേലൂയ, അനുഗ്രഹത്തിനായി, സാക്ഷ്യത്തിനായിട്ട് മാറ്റി. ഹല്ലേലൂയ. അതിനുശേഷം ഒരെണ്ണം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, വീണ കാര്യം. ഈ ലാസ്റ്റ് വീക്ക് ഒരു 10 days ആയി കാണും. അപ്പോഴും രാവിലെ ഞാൻ പോകുവാണ്, 6:15 ട്രെയിൻ കിട്ടാൻ വേണ്ടി ഓടി പോകുക. ഇപ്പൊ റോഡില് അത്ര ലൈറ്റ് ഇല്ല. അപ്പൊ ഓടിപ്പോയത് ഈ റോഡിനകത്ത് ബമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കാണാതെ അതിൽ തട്ടി ഭയങ്കര ആഞ്ഞു വീണു. ഹല്ലേലൂയ. ആഞ്ഞു വീണു. എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യാതെ ഞാൻ എങ്ങനെ എഴുന്നേറ്റ്, ട്രെയിൻ വരുന്ന അടുത്താണ് ഞാൻ വീണത്. എങ്ങനെ എന്റെ രണ്ട് കൈ എല്ലാം ചോര ഒലിക്കുന്നുണ്ട്, മുട്ട് ചോര ഒലിക്കുന്നുണ്ട്, നെറ്റിയിൽ ഒരു വലിയ മുഴ, എന്റെ രണ്ട് പല്ല് ഇങ്ങനെ ഇളകിപ്പോയി, എന്നാൽ ഒടുങ്ങില്ല. അങ്ങനെ ഞാൻ ആ ചോരയും പഠിച്ച് ഞാൻ ട്രെയിനിൽ കയറി സ്കൂളിൽ പോയി. അന്നേരം എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്, എന്ന് ലീവ് എടുക്കാമായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ട്രെയിനിന്റെ അടുത്ത് വന്ന് വീണതല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ പോന്നു എന്ന് പറഞ്ഞു. എന്നാല് ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നും എന്റെ നെറ്റി ഞാൻ തടവുമായിരുന്നു, കാരണം വേദനയൊന്ന് പോകാൻ. പിന്നെ ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു, കാരണം പല്ല് 2 വിളകിയിരിക്കുന്നതുകൊണ്ട് ഒരു ആഹാരവും കഴിക്കില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുപോലെ വൈകിട്ട് സൂം മീറ്റിംഗിൽ കൂടിയപ്പോഴ് ആ ദൈവദാസന് മറ്റുള്ള രോഗികൾക്കാണ് പ്രാർത്ഥിച്ചത് ശരിക്കും,
ഞാൻ എൻ്റെ പ്രാർത്ഥന വിഷയം പറഞ്ഞിരുന്നില്ല. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിധത്തിൽ ഞാൻ അന്യഭാഷയിൽ കർത്താവ് എനിക്കൊരു പുതിയ അഭിഷേകം തന്നിരുന്നു. അന്യഭാഷയിൽ ഞാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പാ, എന്നെയും കൂടെ വിടുവിക്കണമേ അപ്പാ, ഞാൻ അങ്ങയുടെ പൈതലല്ലേ, എന്നെയും കൂടെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നെറ്റിയിൽ ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഹല്ലേലൂയ, ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേ ഹല്ലേലൂയ, എന്റെ മുഴ ഡിസപ്പിയർ ആയി പോയി. ഹല്ലേലൂയ, എന്റെ വേദനയും പോയി. ഹല്ലേലൂയ, അന്ന് ഞാൻ സുഖമായിട്ട് ആഹാരം കഴിച്ചു. ഹല്ലേലൂയ, അത്ഭുതകരമായിട്ട് കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ, ആ കഷ്ടപ്പാടും ഹല്ലേലൂയ അതൊരു വേദനയാകാതെ വേണം സ്വർഗത്തിലെ അപ്പന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ, എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോഴേ എൻ്റെ ഹസ്ബൻഡിന്റെ ഒത്തിരി റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിനെ അവിടെ വിട്ട് പഠിപ്പിക്കണം. അവന് എം എസ് സി IT ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അവിടെ പഠിപ്പിക്കണമെന്ന് ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴേ ഞങ്ങൾ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ദേവദാസനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ദേവദാസന് ദൈവാരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോഴാ ദേവദാസൻ പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടമാണ്, അതിനുള്ള സ്റ്റെപ്പ് എടുത്തു വെച്ചോളാൻ പറഞ്ഞു. കർത്താവിന്റെ ഇഷ്ടമാണത്, കർത്താവിന്റെ ആഗ്രഹമാണത്, അതിനുള്ള സ്റ്റെപ്പ് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ആ സമയത്ത് വിസ ഒന്നും എടുക്കുന്ന സമയമല്ല. അവന് എംബസി ഇന്റർവ്യൂവിന് പോയപ്പോഴ് അവന്റെ മുന്നിൽ നിന്ന് കുറെ കുട്ടികളുണ്ടായിരുന്നു. അവരെ 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് ഒക്കെ അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരെ ആരെയും സെലക്റ്റഡ് ആക്കിയില്ല. എന്നാൽ എന്റെ കർത്താവ് എന്റെ കുഞ്ഞ് കയറിയപ്പോൾ പപ്പ വിചാരിച്ചു അവനെ ഔട്ട് എന്ന് വിചാരിച്ചു. 20 സെക്കൻഡേ അവനോട് ചോദിച്ചുള്ളൂ, അവനെ സെലക്റ്റഡ് ആക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ വിസ അപ്രൂവൽ ആക്കി. എന്റെ കുഞ്ഞ് ഇപ്പോൾ പഠിക്കാനായിട്ട് ഹല്ലേലൂയ ടെക്സാസിലായിരിക്കുന്നു, സാൻ ആന്റോണിയയുടെ കോളേജിലാണ്. ഹല്ലേലൂയ, അത്ഭുതകരമായിട്ട് ദൈവം അവന് വേണ്ടി കരുതി കർത്താവ് വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ, അവൻ അവിടെ കടന്നുപോയി. പിറ്റേ ദിവസം അവന്റെ കൂട്ടുകാരനെ ജോലി അന്വേഷിക്കാന്, പഠിക്കുന്നതിന് കൂടെ ജോലി അന്വേഷിക്കാന് കൊണ്ടുപോയി. ആ പിറ്റേ ദിവസം തന്നെ എന്റെ കുഞ്ഞിന് ജോലി കിട്ടി. ഹല്ലേലൂയ, അതിനുശേഷം നെക്സ്റ്റ് ഡേ അല്ല, അതിന് അടുത്ത ദിവസം തന്നെ ജോലിയിൽ കയറി. അവന് ആവശ്യമായിട്ടുള്ള എല്ലാ ചെലവും കർത്താവ് അവന് കൊടുത്തു. ഒരു പൈസ പോലും അയച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥാനത്ത് അവന്റെ എല്ലാ ചെലവിനും സ്വർഗത്തിലെ അപ്പനവനെ കരം പിടിച്ചു വഴിഞ്ഞെടുത്തുന്നു. എല്ലാ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ പറഞ്ഞത് എന്താണെന്നോ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എങ്ങനെ അവരെ അല്ലെങ്കിൽ കെയർ ചെയ്യും എന്ന് വിചാരിച്ചപ്പെട്ടാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ലേറ്റ് ആയി പോയത്. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയ അന്ന് മുതൽ അത്ഭുതകരമായി കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്നു. ആ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ്, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പലരും ഇന്ന് ഞാൻ കർത്താവിനോട് നേരിട്ട് ഇറങ്ങാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കർത്താവ് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്, നമ്മൾ കർത്താവിന്റെ പൈതലാകുമ്പോഴേ നമ്മുടെ കടമയാണ് കർത്താവിന്റെ വേല ചെയ്യാൻ. പാസ്റ്റർ ആണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഒരു നോർമൽ ദൈവ പൈതലാണെങ്കിലും കർത്താവിന്റെ സ്നേഹം ഷെയർ ചെയ്യുക എന്നതും കർത്താവിന്റെ വേല ചെയ്യുക എന്നതും നമ്മുടെ കടമയാണ്. കർത്താവിന്റെ ഇഷ്ടം അതാണ്. ഹല്ലേലൂയ, ആകയാല് ഞാൻ എന്റെ സാക്ഷി ഇവിടെ നിന്ന് നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ, എനിക്ക് ഒരു അഡ്വൈസ് മാത്രം എന്റെ ജീവിത സാക്ഷ്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, പൂർണ്ണമായി കർത്താവിന്റെ വിളി കേട്ട്, അല്ലെ കർത്താവിന്റെ വിളി ഉണ്ടായിട്ടും അല്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കാം, എന്റെ കുടുംബത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാകും, കർത്താവ് ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ എങ്ങനെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ സെറ്റിലാക്കും, എന്റെ കുടുംബം എങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരായിരിക്കും ഒരുപക്ഷെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുക്കും. നമ്മൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. ഒരു നന്മയും മുടങ്ങാതെ, ഒന്നിനും കുറവില്ലാതെ ജയത്തോടെ കർത്താവ് നടത്തും. ഇതാണ് എന്റെ സാക്ഷ്യം. ഹല്ലേലൂയ, ഒരിക്കലും തകർന്നു പോകാതെ, ആരുടെ മുമ്പിൽ തലകുനിക്കാതെ, ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ കർത്താവ് ജയത്തോടെ നടത്തും. അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ആഴത്തിൽ അനുഭവിക്കാനും ദൈവത്തെ സ്തുതിക്കാനും കർത്താവ് ഇടയാകും. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായിട്ടും ആരും ലേറ്റായി പോകരുത്. കാരണം ഞങ്ങൾ 20 വർഷം എന്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്തു. അതിലൊരു നന്മയും അല്ലെങ്കിൽ അത് സമ്പാദിക്കാൻ ഇടവാകാതെ അതെല്ലാം വ്യർത്ഥമായി തീർന്നു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കർത്താവിന്റെ കരം താങ്ങി ഞങ്ങളെ വഴി നടത്തി. അവിടുത്തെ സ്നേഹം, ഒരു അപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, ആ സ്നേഹം അതിന്റെ ആഴത്തിൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തി. ഒന്നിനും കുറവില്ലാതെ ജയത്തോടെ നടത്തി. ഞാൻ മുഴുമകത്വവും കർത്താവിന് അർപ്പിക്കുന്നു. എനിക്ക് അലലി ആസാദി അലലി എന്റെ കഥ എന്ന അലലി എപ്പിസോഡിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഈ സാക്ഷ്യം പറയാനുള്ള അവസരം തന്നതിനും ഞാൻ ആത്മാർത്ഥമായി
നന്ദി ദേവിദാസനോടും കുടുംബത്തോടും അർപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിനും അർപ്പിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് നമ്മുടെ അനുഭവങ്ങളിൽ ഒത്തിരി പുതിയ അധ്യായങ്ങൾ കർത്താവ് ആഡ് ചെയ്തു. നിങ്ങൾ ഇപ്പോൾ ദുബൈയിൽ നിന്ന് മടങ്ങി വന്ന് ബോംബെയിലായിട്ട് എത്ര വർഷമായി സിസ്റ്ററെ? ഇപ്പോഴ് 2019 ലാസ്റ്റ് ഡിസംബറിലാണ് വന്നത്. ഡിസംബറിലാണ് വന്നത്. 2020 മുതൽ കോവിഡും ആരംഭിച്ചു. അതെ, കോവിഡിൻ്റെ നല്ല സമയം അപ്പോഴാണ് തിരിച്ചു വന്നത്. ദൈവം സഹായിച്ചു, ദൈവം വഴി നടത്തി, കർത്താവ് കൂടിയിരുന്നു. ബോംബെ ജീവിതം ഒത്തിരി വ്യത്യാസമുള്ളത് അല്ലേ? ദുബായ് പോലെ അല്ലല്ലോ, അല്ല ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇച്ചിരി വ്യത്യാസമാണ്. വ്യത്യാസമുണ്ട്. അത് പ്രേക്ഷകർക്ക് എത്രയും മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ട്രെയിനിൽ കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ ഷോളൊക്കെ എടുത്ത് ബാഗിൽ വെക്കണം, കണ്ണാടി വാച്ചൊക്കെ ഊരി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാകും. കാരണം അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കണ്ണാടി ഒരു ഭാഗത്ത് പോകും, ഷോള് ഒക്കെ പോകും, പിന്നെ വാച്ചിൻ്റെ ഒന്നും കാര്യം പറയണ്ട. ഈ ജെൻസ് കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ചിലപ്പോഴൊക്കെ ആളുകൾ പിന്നെ ട്രെയിനിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുമ്പം ബെൽറ്റൊക്കെ പൊട്ടിപ്പോകും, ഷർട്ടൊക്കെ ഇൻ ചെയ്ത ഷർട്ടെല്ലാം വെളിയിലായിരിക്കും കിടക്കുന്നത്. ഒരു വല്ലാത്ത പരുവത്തിലാണ് ഇറങ്ങി വരുന്നത്. അത് ബോംബെ ജീവിതം അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ അതെ, ഇറങ്ങാൻ മുംബൈ ആകുമ്പോൾ നമ്മള് അവിടെ പോയി നിന്നാൽ മതി, നമ്മളെ തള്ളി താഴെ ഇടും. ഇറങ്ങാനൊന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുന്നതിന് ഇപ്പുറം താഴെ ഇട്ടിരിക്കും നമ്മളെ. അതുപോലെയാണ്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് കണ്ണാടി ഇല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോഴ് ആ തിരക്കിനിടയ്ക്ക് ഞാൻ ഡോംബിവലി ഇറങ്ങിക്കേറി. സ്ലോ ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട്, കിട്ടിയില്ലാത്തതുകൊണ്ട് ഇറങ്ങിക്കേറിയപ്പോ എന്റെ കണ്ണാടി ആരോ തട്ടിപ്പോയി. എനിക്ക് വലിയ വിഷമമായി. ആ തിരക്കിനടുക്ക് ഞാൻ വിചാരിച്ചു എന്റെ കണ്ണാടി പൊടിയായി പോയി ഇരിക്കുമെന്ന്, പൊടിയായിട്ട്. പക്ഷെ ഞാൻ അവിടെ സൈഡിൽ മാറി കരഞ്ഞോണ്ട് നിന്നു. കാരണം എനിക്ക് പോകാൻ കാരണം സ്കൂളിൽ പോയാലോ വായിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഞാൻ അവിടെ കരഞ്ഞോണ്ട് നിന്നു. ബാക്കി ടീച്ചേഴ്സ് ഒക്കെ എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ എന്നാലും ആ ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ശാന്തമാകുമല്ലോ. ഞാൻ അവിടെ നോക്കിയപ്പോ എന്റെ കണ്ണാടി ഒരു കേടുമില്ലാതെ അവിടെ കിടക്കുന്നു. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു കർത്താവിന്. എന്റെ കണ്ണാടി പൊട്ടിപ്പോയില്ല. എന്റെ കർത്താവ് അത് സൂക്ഷിച്ചു. ആ തിരക്കിനിടയ്ക്ക് പൊടി പോലും കാണില്ലാത്ത സമയത്ത് എന്റെ കണ്ണാടി ഒരു പോറൽ പോലും വെക്കാതെ കർത്താവ് അവിടെ ഇട്ടിരുന്നു. ഞാൻ എന്റെ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കർത്താവ് ഒരു പ്രാവശ്യം എന്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയിരിക്കുകയാണ്. അന്നേരം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഗ്യാസ് തീർന്നു പോയെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഗ്യാസുകാരനെ വിളിച്ചോളാം, ഓൺലൈനിൽ പേ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ റൂം മാറി മാറി നടക്കുന്നതുകൊണ്ട് ബ്ലാക്ക് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. അന്നേരം ഞാൻ ഒരു പ്രാവശ്യം സ്കൂളിൽ പോകാനുള്ള സമയത്ത് ഗ്യാസ് തീർന്നു പോയി. ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറെ പ്രാവശ്യം വിളിച്ചു. നാട്ടിൽ അത്യാവശ്യത്തിന് പോയതല്ലേ, ഫോൺ എടുത്തില്ല. ഒരു 5-6 പ്രാവശ്യം വിളിച്ചു. എനിക്ക് സങ്കടമായി പോയി. അപ്പോഴേ പെട്ടെന്ന് നമ്മൾ ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ കർത്താവിന്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യയ്ക്ക് എണ്ണ കൂട്ടിക്കൂട്ടി കൊടുത്തല്ലോ, പിന്നെ സാരഭാരത്തിലെ വിധവയ്ക്ക് ഈ മാവ് കൂട്ടിക്കൂട്ടി കൊടുത്തു. അതുകൊണ്ട് അപ്പ എനിക്കും അങ്ങനെ കൂട്ടിത്തരണം. ഈ ഗ്യാസ് തീർന്നിരിക്കുകയാണ്, ഹസ്ബൻഡിനെ വിളിച്ചെടുക്കുന്നില്ല. എനിക്ക് കുക്ക് ചെയ്യാന് ഞാനും എന്റെ മോനും മാത്രമേ ഉള്ളൂ, ഇളയ മോന്. അപ്പൊ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ കർത്താവ് ഇത് കൂട്ടിത്തരണം. ഞാൻ അതിൽ അടുക്കളയിൽ പോയി കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സ്തോത്രം പറഞ്ഞത് കത്തിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഗ്യാസ് കത്തി. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് 2 സൈഡിലുള്ള ലെഫ്റ്റ് റൈറ്റിലും ഉള്ള ബർണറാണ് ഉപയോഗിക്കുന്നത്. അതേ കത്തത്തുള്ളൂ. നടുക്കത്തെ ഒരിക്കലും ഞാൻ ഉപയോഗിക്കാറില്ല, ഒരിക്കലും ഉപയോഗിക്കാറില്ല. അത് യൂസ്ലെസ് ആയിട്ടിരിക്കുകയാണ്, കത്തത്തുമില്ല. എന്നാൽ എനിക്ക് അന്ന് ഈ 2 സൈഡിലുള്ള ഗ്യാസ് ബർണർ കത്തുന്നില്ല, നടുക്കുള്ളത് മാത്രം കത്തുന്നുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി എന്റെ കർത്താവ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നതാണെന്ന്. ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കർത്താവ്. എന്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഞാനാണ് ഇവിടുത്തെ പപ്പയെന്ന്. ഹല്ലേലൂയ. ഞാനാണ് ഇവിടുത്തെ പപ്പയെന്ന് എന്റെ കർത്താവ് എനിക്ക് ആ ഗ്യാസ് കൂട്ടി തന്നു. ഞാൻ എന്റെ ചർച്ചിലെ അവിശ്വാസികളെ എല്ലാം വിളിച്ചു പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, വിളിച്ചു പറഞ്ഞു കർത്താവ് എന്റെ ഗ്യാസ് കൂട്ടിച്ചെന്നത്, വാ എല്ലാരും വരാൻ പറഞ്ഞ് കാണിച്ചു. എല്ലാരും വന്ന് ഗ്യാസ് തൊട്ടു നോക്കാനൊക്കെ പേടി, എല്ലാവർക്കും ഗ്യാസ് ഓൺ ചെയ്യാനൊക്കെ പേടിയാണ്. പുതിയ വിശ്വാസികളല്ലേ, അവരെല്ലാം കരഞ്ഞു.
ഇത് കണ്ടിട്ട് കരഞ്ഞു. കാരണം അത്ഭുതകരമായിട്ട് നടുക്കത്തേത് മാത്രം, മറ്റേതൊന്നും കത്തുന്നില്ല. എന്നാൽ അതെല്ലാം കത്തേണ്ടതല്ലേ. കർത്താവ് എന്തോ ഒരു അത്ഭുതം ചെയ്തു. ഞാൻ അത് എൻ്റെ വിശ്വാസികളോ പുതിയതായിട്ട് വിശ്വാസികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ കർത്താവിന്റെ ആ സ്നേഹമായിരുന്നു ഞാൻ അടുക്കളയിൽ പോകുമ്പോൾ അനുഭവിക്കുന്നത്. എൻ്റെ കർത്താവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് കുക്ക് ചെയ്തത്. ഒരു ദിവസം അപ്പാ താങ്ക് യു സോ മച്ച്, ലവ് യു സോ മച്ച് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഞാനപ്പ ഗ്യാസ് കുക്ക് ചെയ്തപ്പോ ഉറക്കെ കേൾക്കുക, ഞാൻ നിനക്ക് ഗ്യാസ് കൂട്ടി തന്നല്ലോ, നീ എനിക്കൊരു ചായ പോലും ഇട്ട് തന്നില്ലല്ലോ കുഞ്ഞേന്ന്, നീ എനിക്കൊരു ചായ പോലും ഇട്ട് തന്നില്ലല്ലോ കുഞ്ഞേന്ന്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ, എന്റെ മോനാണെ ഒന്നും മിണ്ടുന്നില്ല, പാവം കുട്ടിയാണ്, അവൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കർത്താവിന്റെ ആണെന്ന്. അപ്പാ അങ്ങ് ദൈവമാണല്ലോ, ഞാൻ എങ്ങനെ ചായ ഇട്ട് തരും അങ്ങേക്ക്, അങ്ങ് ദൈവമാണല്ലോ, ഞാൻ എങ്ങനെ ചായ ഇട്ട് തരും. അപ്പോഴും കർത്താവിനോട് പറയാ, നീ റോഡിലോട്ട് പോയി നോക്ക്, ആ കടത്തിനേലിരിക്കുന്ന അന്ധനായ മനുഷ്യന്, ആ മനുഷ്യന് ചായ ഇട്ട് കൊടുത്താല് അത് എനിക്ക് തരുന്നതാണെന്ന്. ഞാൻ അപ്പോഴും തന്നെ കരഞ്ഞു ചായ ഇട്ടു, ആ മനുഷ്യന് കൊണ്ട് കൊടുത്തു. ആ മനുഷ്യന് ആ ചായ കുടിച്ചിട്ട് ഒത്തിരി കരഞ്ഞ് എന്നെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യന് ഒരു ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, അന്ധനായിട്ടുള്ള മനുഷ്യന്. കർത്താവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു. പിന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി ഭാരമാണ്. കർത്താവെ, ആ മനുഷ്യന് റോഡില് ആ കടത്തിണ്ണയിൽ ഇരുന്നിട്ട് ആരും കെയർ ചെയ്യുന്നില്ലല്ലോ. പലപ്പോഴും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ മുച്ചേ ചായലാക്കി ചെയ്തു അങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആരും കൊടുത്തിട്ടില്ല. കർത്താവെ, ഈ മനുഷ്യനെ ഏതെങ്കിലും ഓർഫനേജിൽ ഇടാന് കർത്താവെ നീ കൃപ ചെയ്യണേ എന്ന് ഞാൻ പോകുമ്പോ ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കും, കൈവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇപ്പോഴും അദ്ദേഹത്തെ കാണാനില്ല. ആരോ അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിൽ അദ്ദേഹത്തെ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. കാരണം കർത്താവിന്റെ ഹല്ലേലൂയ സ്നേഹം, ഹല്ലേലൂയ, കർത്താവ് അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വഴിയെ പോകുമ്പോ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഇദ്ദേഹത്തിന് ഒരു സ്ഥാനത്ത് ദൈവമാക്കണേന്ന്. ആരോ കൊണ്ടുപോയി ഏതോ നല്ല പ്ലേസിൽ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. എവിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടമാണ്. കർത്താവിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താനും കർത്താവിന്റെ ഹല്ലേലൂയ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കർത്താവ് പറയും, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകും. എന്റെ സ്വഭാവം പെരുമാറ്റം എല്ലാം എന്റെ അപ്പന്റെ സ്വഭാവത്തിന് മാച്ചിങ് ആകണം. അങ്ങനെ ഹല്ലേലൂയ ഞാൻ അങ്ങനെ പോകും. ഹല്ലേലൂയ. എന്നും എനിക്ക് ഓരോ സാക്ഷ്യമുണ്ട്, എന്നും ഓരോ സാക്ഷ്യമാണ്. ഒരു ദിവസമാണെങ്കിൽ ഞാൻ ട്രെയിൻ കിട്ടിയില്ല. അപ്പാ എനിക്ക് ട്രെയിൻ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് അപ്പൊ കർത്താവിനോട് പറയാ, എല്ലാം നന്മയ്ക്കായി. അങ്ങനെ നന്മയ്ക്കായി കിട്ടി അടുത്ത ട്രെയിനിൽ കയറിയപ്പോഴ് ഹല്ലേലൂയ, അതിനു മുമ്പ് കുറെ ദിവസം മുമ്പേ ഞാൻ ഒരു ഛായ എന്ന് പറഞ്ഞ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരു മരണത്തോട് മല്ലടിക്കുന്ന ഒരു സിസ്റ്റർ ഗ്ലൂക്കോസ് കയറ്റാൻ പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്ററിന്റെ ചെവി പറഞ്ഞു, ഈശോ അപ്കോ ബഹുത് പ്യാർ കർത്താ ഹൈ, मैं आपके लिए प्रार्थना करूं. അവർക്ക് എന്തോ ഒരു കുഴപ്പമാണ്. മറാഠി എന്നോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അവർക്ക് 3 days ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഗ്ലൂക്കോസ് കയറ്റണം. അപ്പൊ അവർക്ക് മക്കൾ അതിനെ കൊണ്ടുപോവുക. അപ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എന്നോട് പറയാണ്, മുझे बहुत भूख लगता है, ഖാനാദേതു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ടിഫിൻ ബോക്സിലെ ഫുഡ് എടുത്ത് ഞാൻ കൊടുത്തിരുന്നു. കർത്താവ് അന്ന് അവരെ പൂർണ്ണമായി സൗഖ്യമാക്കി. എനിക്ക് ട്രെയിൻ കിട്ടാതെ അന്ന് ചെന്നപ്പോഴ് ആ ചായ ഒത്തിരി നല്ല വണ്ണം പിടിച്ച് സുഖമായിട്ട് സുന്ദരിയായിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റി. എന്നോട് പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ മേരെ ലിയെ പ്രാർത്ഥന കിയ പ്രഭു മുझे ചങ്ക കിയ, मैं ईशो को बहुत प्यार करता हूं. അങ്ങനെ എനിക്ക് പറഞ്ഞു. കർത്താവിന്റെ സ്നേഹം, ഹല്ലേലൂയ, എനിക്കത് ഒത്തിരി സന്തോഷമായി. ഞാനന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവർ സൗഖ്യമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് സന്തോഷമായി. കർത്താവ് നടത്തുന്ന എല്ലാ വഴികൾക്കായി സ്തോത്രം. സ്കൂളിൽ പോയാലും യാത്രയിലായിരുന്നാലും ഇന്നാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് എനിക്ക് ഇരിക്കാൻ കിട്ടിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന അവരോട് യേശുവിന്റെ സ്നേഹം പങ്കുവെച്ചിട്ടാണ് വന്നത്. ഹല്ലേലൂയ, ജീവിക്കുന്നിടത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഷൈനി സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്. ഗ്യാസ് തീർന്നു പോയിട്ടും പിന്നെയും അത് എക്സ്റ്റെൻഡ് ചെയ്ത ദൈവം, ഇതൊക്കെ നമ്മൾ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. ഇതുപോലുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മണ്ണെണ്ണ തീർന്നു പോയ അനുഭവം PG വറീസങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ഞങ്ങളുടെ ചർച്ചിൽ PG വറീസങ്ങളുടെ അനുഭവം പറഞ്ഞു, മണ്ണെണ്ണ തീർന്നു പോയ അനുഭവം. അതിൻ്റെ പിറ്റേ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ബംഗാളിൽ നിന്നുള്ളൊരു സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് സാക്ഷ്യത്തിന് സമയം വേണം. കഴിഞ്ഞ സൺഡേ പാസ്റ്റർ അത് പറഞ്ഞു. സൺഡേ വൈകിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഡാളും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മണ്ണെണ്ണ സ്റ്റവിലെ മണ്ണെണ്ണ തീർന്നു പോയി. എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരു
മണ്ണെണ്ണ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. രാത്രി 10 മണി ആയതുകൊണ്ട് കടയെല്ലാം അടച്ചതുകൊണ്ട് മണ്ണെണ്ണ കിട്ടിയില്ല, സ്റ്റൗ ഓഫായി പോയതാ. അപ്പോഴാ പാസ്റ്റർ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ എൻ്റെ സ്റ്റൗവെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട്, നമുക്കറിയാമല്ലോ മണ്ണെണ്ണ സ്റ്റൗ പമ്പ് ചെയ്യും, പമ്പ് ചെയ്തിട്ട് ചാലുവാക്കി ഡാളും ചപ്പാത്തി ഉണ്ടാക്കി തീർക്കുന്നിടം വരെ പിന്നെയും അത് കത്തി. അപ്പം അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, സാക്ഷ്യങ്ങളുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അല്പം ഒരു എന്താ പറഞ്ഞേ, എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരു ചെറിയ ചിരിയോടുകൂടെ ഞാൻ ആലോചിക്കരുത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പോയൊരു കഥ. സാൻഡി പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഗ്യാസ് തീർന്നു പോയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി ചെന്നിട്ട്, ഈ സാധാരണ നമ്മൾ ഗ്യാസ് തീർന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ കുറച്ച് ഒരു 1/4 മണിക്കൂറും കൂടെ പിന്നെയും അത് കത്തും. ഗ്യാസ് തീർന്നു പോയാലും ആ ഗ്യാസ് ഒന്ന് ചരിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വരും. അപ്പം ഞാൻ ഈ ഗ്യാസ് കുത്തി ചരിച്ചിട്ടു, കാരണം വേറെ ഒരു ഗ്യാസ് അന്നേരം അവൈലബിൾ അല്ല. നമുക്ക് ഫുഡ് പകുതി ഉണ്ടാക്കി അടുപ്പായി വെച്ചിരിക്കുക. ഞാൻ സത്യം പറയാം സിസ്റ്ററെ, പ്രാർത്ഥിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷേ ഗ്യാസ് ചരിച്ചിട്ട് കത്തിച്ചു. ചരിച്ചിട്ട് കത്തിച്ച ഗ്യാസ് ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കിയല്ലോ, ആ ഗ്യാസ് കുറ്റി നേരെ വെച്ചു. സത്യം പറയാമല്ലോ, നേരെ വെച്ച ശേഷം 1 മാസത്തോളം പിന്നെയും അത് ഉപയോഗിച്ചു ഞങ്ങൾ. 1 മാസം ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതെവിടുന്ന് ഈ ഗ്യാസ് വരുന്നത്. കാരണം 1 മാസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത സപ്ലൈ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പിന്നെ അത് തീർന്നിട്ട് ഞങ്ങൾ റീപ്ലേസ് ചെയ്തത്. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ട്. ഞാനിപ്പം ഖാർഗറിലെ തലോജയിൽ ഡോണാമോള് താമസിക്കുന്ന വീട്ടിലിരുന്ന ഈ റെക്കോർഡിങ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് അല്പസമയത്തൊക്കെ സിസ്റ്ററെ, ആദ്യം നമ്മൾ പറഞ്ഞ ടൈമിൽ കറണ്ട് പോയി ഇവിടെ. ഈ ഏരിയയിലൊക്കെ കറണ്ട് പോകും. അപ്പോൾ സിസ്റ്ററുടെ റെക്കോർഡിങ് അതിന് നടന്നില്ല. സിസ്റ്ററെ പറഞ്ഞ സമയത്ത് റെക്കോർഡിങ് നടന്നില്ല, കറണ്ട് പോയത് കൊണ്ട്. പിന്നെ നമ്മൾ സമയം മാറ്റുകയായിരുന്നു. ഞാൻ വെറുതെ താഴത്തെ റോഡിലൊക്കെ ഇറങ്ങി നിന്ന് നടക്കാൻ പോയി. ആ സമയത്ത് ഞാനിങ്ങനെ നടന്നപ്പോൾ ഞാനിങ്ങനെ നടന്നപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന വീട്ടിലോട്ട് നോക്കിയിട്ട്, ഈ ബിൽഡിങ് നോക്കിയിട്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം ഞാൻ ഓർത്ത്, കർത്താവ് എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്, എങ്ങനെയാണ് മോക്ക് ഈ വീട് കിട്ടിയത്, എന്ത് യോഗ്യത, കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചാണ് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് അപ്പം എന്താ ഇതിന് യോഗ്യത, എന്താ ഇതിന് അർഹത? ഈ ദേശത്ത് ഇങ്ങനെയൊരു സ്ഥലത്തോട് ഞാൻ നടന്നു പോകുമ്പോൾ ആ വീട്ടിലോട്ട് നോക്കിയിട്ട് ഇത്ര മനോഹരമാകുന്ന, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പാർപ്പിട സൗകര്യം നമ്മുടെ യോഗ്യതയ്ക്കൊക്കെ അപ്പുറമായിട്ട് കർത്താവ് നൽകിയത് എത്ര വലിയ അത്ഭുതമാണെന്ന് എനിക്ക് ഓർത്തു. ഞാൻ ഓർത്ത് നന്ദി പറഞ്ഞു സിസ്റ്ററെ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ മനസ്സിൽ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും അത്ഭുതമാണ് സിസ്റ്ററെ. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ തീരത്തില്ല. ഒരു സാക്ഷ്യം പറഞ്ഞത് കൊണ്ടൊന്നും നമ്മുടെ അത്ഭുതങ്ങൾ തീരത്തില്ല. 2ാം ഭാഗമോ 3ാം ഭാഗമോ പറഞ്ഞാലും നമ്മുടെ അത്ഭുതങ്ങൾ തീരത്തില്ല. ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഫാമിലി ടൈമിൽ സ്ഥിരമായിട്ട് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത്, ഈ കഴിഞ്ഞ 1 മാസം ഒരു 3-4 പൊട്ടൻഷ്യൽ ആക്സിഡൻസിൽ നിന്ന് ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വിടുവിച്ചു. അത്ഭുതകരമായി. ഞങ്ങളെ ചാനലിലൊന്നും ആ സാക്ഷ്യം പറഞ്ഞില്ല. പിശാചിൻ്റെ വലിയ പദ്ധതികൾ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, ശത്രു തകർത്ത് കളയാൻ ശ്രമിച്ച വിധങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് കഴിഞ്ഞ മാസം തന്നെ കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഞങ്ങൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ക്ലച്ച് ജാമായിപ്പോയി, ക്ലച്ചിൻ്റെ ആ പെഡൽ ജാമായിപ്പോയി. അതൊക്കെ വലിയ പൊട്ടൻഷ്യൽ ആക്സിഡൻറ്റാണ്. കാരണം ക്ലച്ച് ചവിട്ടി ഗിയർ ചേഞ്ച് ചെയ്ത് വേണം വണ്ടി മുൻപോട്ട് എടുക്കാൻ. പക്ഷേ പുറകെ വരുന്ന വണ്ടിക്കാർക്ക് അത് അറിയത്തില്ല. അവർ വളരെ ഫാസ്റ്റായിട്ട് വരിക, ക്ലച്ച് ചവിട്ടി ചെയ്ത് അങ്ങനെ ജാമായിട്ട് ഇരിക്കുക. പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് നമ്മുടെ കൺട്രോൾ പോവുകയാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല, എനിക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടു. ഞാൻ ഓർത്തു, കർത്താവ് എന്തോ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഓർത്തു ഞാൻ വേറൊരു ലോകത്താണെന്ന് ഓർത്തു. എൻ്റെ കാല് വെച്ച് ഞാൻ തപ്പി നോക്കുക എവിടെയാണ് ക്ലച്ചെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അത്ഭുതകരമായിട്ട് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. അങ്ങനെ എത്രയോ സംഭവങ്ങളാണെന്നറിയാമോ. ഓരോ ദിവസം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ പാലിക്കുന്ന, അന്നു വേണ്ടത് നൽകി പരിപാലിക്കുന്ന സിസ്റ്ററുടെ അനുഭവങ്ങൾ അതിനൊക്കെ തെളിവാണ്. ആദ്യം കണ്ണിൻ്റെ റെറ്റിനയ്ക്കായിരുന്നു പ്രശ്നം അല്ലേ? അതെ. പിന്നെ ഇപ്രാവശ്യം കാറ്ററാക്ട് വരികയായിരുന്നു. കാറ്ററാക്ട് വന്നിട്ട് ഞാൻ സിസ്റ്റർ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കറുത്തുപോയി. ശരി. എന്തായാലും ആ കാറ്ററാക്റ്റിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം ദൈവം നല്ലൊരു ഹീലിംഗ് തന്നു. അവിടുത്തെ നല്ല ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സുരേഷ് ആന്ന് തോന്നുന്നു, പി എന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കണ്ണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത് വരുന്നത്, കണ്ണ് ഓപ്പൺ ആക്കാൻ പറ്റില്ലാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കത് കുറെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതിന് വേറൊരു ദിവസം വരാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനൊന്നും പോയില്ല.
അതുകൊണ്ട് എന്റെ കണ്ണ് സാധാരണ തിമിരം വന്നാൽ കണ്ണ് ഓപ്പൺ ആക്കാമല്ലോ, എന്റെ കണ്ണ് ഓപ്പൺ ആക്കാൻ പറ്റില്ലായിരുന്നു, ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത് എന്താണെന്ന് അവർ കണ്ടുപിടിച്ചില്ല. പക്ഷെ എന്താണേലും അത്ഭുതകരമായിട്ട് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അതെ, ദൈവം ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാണ്. ദൈവം സഹായിക്കട്ടെ. ഇനി അനേക അത്ഭുതങ്ങൾ കാണുവാൻ ഈ മുംബൈ പട്ടണത്തിൽ അനേകർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ കുടുംബമായ കർത്താവ് ഷാനി സിസ്റ്ററെയും കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലൊക്കെ ദൈവിക അത്ഭുതങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും വ്യാപരിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അല്ലെ ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ സ്തോത്രം കർത്താവേ. ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ. എന്റെ സാക്ഷ്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് തന്ന വിടുതലുകളാണല്ലോ. ഈ കേൾവിക്കാരായിട്ടുള്ള ജീവിതങ്ങൾക്ക് കർത്താവെ എന്റെ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. രോഗികളാണെങ്കിൽ കർത്താവെ എനിക്ക് സൗഖ്യം തന്ന അപ്പൻ അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമേ. ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. ആരൊക്കെ ഈ സാക്ഷ്യം ശ്രദ്ധയോടെ കേൾക്കുന്നോ അവരുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അവർക്കൊരു വിടുതലായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം അവർ അനുഭവിക്കട്ടെ. വിട്ടുമാറാത്ത ദൈവത്തിന്റെ സാന്നിധ്യം, കരുതൽ അവർ അനുഭവിക്കട്ടെപ്പാ. എന്നോട് കൂടിയിരുന്ന ദൈവത്തിന്റെ കരുതല്, എന്നെ നയിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, എന്നോട് കൂടിയുള്ള ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഈ എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിക്കാൻ തക്കോണം അവർ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരാക്കി ഹല്ലേലൂയ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കാനുള്ള കൃപ തരണമേ. എല്ലായ്പ്പോഴും അവിടുത്തെ സ്നേഹം അനുഭവിക്കാനും അവിടുത്തെ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിക്കാനും ഒരുക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ സാക്ഷ്യം കേട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ഹല്ലേലൂയ ഇതുപോലെ സാക്ഷ്യമുള്ളവരായി അപ്പനെ മഹത്വപ്പെടുത്തുന്നവരായി തീരട്ടെ കർത്താവേ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ സ്തോത്രം. ഈ അസാദി കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് കർത്താവ് കൃപ ചെയ്യണമേ. അപ്പന്റെ സ്നേഹം അനുഭവിക്കാൻ അനേക ദൈവം യോഗ്യരാക്കണമേ. എല്ലാ മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. അമേൻ, അമേൻ, അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസ കാവൽ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച പ്രിയ ഷാനി സിസ്റ്റർമേൽ, തൻ്റെ ശുശ്രൂഷയുടെ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. സിസ്റ്റർ ഒരു പ്രാവശ്യം നന്ദി പറയുക. കഥ തീരുന്നില്ല, കഥ തുടരുകയാണ്. ഇനിയും ഒത്തിരി ജീവിതാനുഭവങ്ങൾ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുവാൻ വിശ്വസ്തനാണ്. ക്രിസ്ത്യ ജീവിതം ആനന്ദകരമായ ജീവിതമാണ്. ഓരോ ദിവസവും കർത്താവിൻ്റെ കരം പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞ് നടക്കുന്നത് പോലെ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വഴിയിലിരിക്കുന്ന തെരുവിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ തേങ്ങൽ പോലും കർത്താവ് കാണുന്നവനാണ്. അതൊക്കെ എന്നെ ഒത്തിരി സ്പർശിച്ചു. അതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞൊരു അനുഭവത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് പറയുന്നു, ആ ഇരിക്കുന്ന മനുഷ്യന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ മക്ഡൊണാൾഡ്സിൽ നിന്നോ മറ്റോ ഒരു കോഫി വാങ്ങിച്ചു കൊടുക്കുക. ഇദ്ദേഹം 2 കോഫി വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ഇറമ്പി ചെന്നിട്ട് ഒരു കോഫി കൊടുക്കുന്നു. ആ കോഫി കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുക, നിന്നോട് ആരാ പറഞ്ഞ് എനിക്ക് കോഫി വാങ്ങിച്ചത്? എയർപോർട്ടിലാണെന്ന് ഓർക്കണം. പക്ഷേ അവിടെ ഉണ്ടായൊരു സംഭാഷണം ആ കോഫി കുടിച്ച ആളെ രക്ഷയിലേക്ക് നയിക്കുകയും സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യരാക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം, സെൻസിറ്റീവായിരിക്കണം. എത്രയോ പേര് വഴിയിലൊക്കെ ഇരുന്ന് നിലവിളിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വഴിയിലൊക്കെ നമ്മളോട് ഭിക്ഷ ചോദിക്കാൻ വരുന്നവരെ നമ്മൾ അവോയ്ഡ് ചെയ്യും. കാരണം അതിനകത്ത് ഒത്തിരി പേര് തട്ടിപ്പുകാരാണെന്നൊരു ചിന്ത നമുക്കുണ്ട്. തട്ടിപ്പുകാർ ഒത്തിരി പേരുണ്ടാകാം കേട്ടോ, ഒത്തിരി പേര് തട്ടിപ്പുകാരുണ്ടാകാം. പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മൾ സിസ്റ്റർ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സെൻസിറ്റീവ് ആണെങ്കിൽ തട്ടിപ്പുകാരല്ലാത്തവരെ കർത്താവ് ചൂണ്ടിക്കാണിച്ച് അവർക്കൊരു അനുഗ്രഹമാക്കുവാൻ ഒക്കെ കഴിയും എന്നുള്ളൊരു ഈ സാക്ഷ്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഗുണപാഠം, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എന്നോട് പറയണം, എനിക്ക് നിനക്കൊരു ഗ്ലാസ് ചായ തരാൻ പറ്റത്തില്ല, പക്ഷേ ഈ എളിയവരിൽ ഒരുത്തിന് കൊടുക്കുമ്പോൾ അത് നിനക്ക് തന്നതുപോലെയാണെന്ന് വചനം പറയുന്നെങ്കിൽ അത് ഒന്ന് അനുഭവിപ്പാൻ എനിക്കും കൃപ തരണം. അങ്ങനെ ചില കണ്ണുനീരൊപ്പുവാൻ, വിശ്വാസികളുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും കണ്ണുനീരൊപ്പുവാൻ സ്വർഗം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്ററെ, അത് ഭയങ്കരമായിട്ട് എന്നെ ചലഞ്ച് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു പ്രേക്ഷകർക്കെല്ലാം അത് വലിയൊരു ആത്മിക ഗുണപാഠമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, നന്ദി പറയുന്നൊരു പ്രാവശ്യം. താങ്ക് യു ഷൈനി സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, പിന്നെയും ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Have a wonderful time. അടുത്ത
ആഴ്ച പിന്നെയും നല്ല സാക്ഷ്യങ്ങളുമായി നമ്മൾ മടങ്ങി വരും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.